ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്ന ആ ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ദൈവത്താൽ അസാധ്യമായ ഒന്നും അമികാലിയ നമ്മുടെ ജീവിതത്തിനകത്തില്ല. നമുക്കിന്ന് പ്രതികൂലമായി നിൽക്കുന്ന, പ്രതിസന്ധിയായി നിൽക്കുന്ന ഏത് വിഷയമാകട്ടെ, ആ വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു അസാധ്യമേ അല്ല. കർത്താവിന് സകലതും സാധ്യമാണ്. അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായി സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന നമ്മളെ കേൾക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നമ്മളെ കുറിച്ച് കർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഏത് പ്രവൃത്തിയിലാണെന്നറിയാം? നമ്മൾ ഇന്ന കാര്യം ചെയ്ത ദൈവത്തിന് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഇന്ന കാര്യം ചെയ്ത കർത്താവിന് നമ്മളോട് ഇഷ്ടം കൂടും. ഏത് പ്രവൃത്തിയാല? ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മളോട് ദൈവത്തിന് സ്നേഹം തോന്നും. ഇപ്പൊ നമ്മളെ മക്കളാവട്ടെ, അല്ലെങ്കിൽ സ്തോത്രം നമ്മളെ പരിചയക്കാരാവട്ടെ, നമുക്ക് ഇഷ്ടമുള്ളത് അവരിൽ നിന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴാണ് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ തോന്നി? ഇഷ്ടപ്പെടാൻ തോന്നും, അല്ലയോ? ഇഷ്ടപ്പെടാൻ തോന്നും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. പക്ഷെ അതിലും കൂടുതൽ ദൈവം നമ്മളെ ഇഷ്ടപ്പെടുവാൻ ദൈവം നമ്മളെ ഒരു പ്രവൃത്തി ഭയങ്കരമായിട്ട് കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. ആ പ്രവൃത്തിയാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഏറ്റുപറച്ച് നമ്മൾ പൂർണ്ണര എന്ന് നമ്മളെ ഉള്ളത്തിനകത്ത് തീരുമാനം വന്നാൽ നമ്മൾ ഒന്നുമല്ല. നമ്മൾ ദൈവത്തിന് അകന്നു പോതേ ഉള്ളൂ. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴെല്ലാം നമ്മൾ നമ്മളെ തന്നെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളെ ഏറ്റവും ഇഷ്ടമാണ്. ഏറ്റുപറയുന്ന അനുസരിച്ച് നമ്മൾ എന്തുവായി തീരുന്നത്? പുതുക്കം പ്രാപിക്കുക, പാപത്തിന് പുറത്തു വരുക. നമ്മളൊന്നും പൂർണ്ണനൊന്നും അല്ല ദൈവമക്കളെ. നമ്മുടെ സംസാരത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം, സംസാരങ്ങളിൽ വീഴ്ച ഉണ്ടാവാം, കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളിൽ വീഴ്ച ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത ചില കാര്യങ്ങളിൽ നമ്മൾ പോയി ഇടപെടാം. അപ്പോഴേ ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഏറ്റുപറയുക, നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുമ്പോൾ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് വചനങ്ങൾ വെളിപ്പെടുത്തി തരും. പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ തോന്നും, ആരാധിക്കാൻ തോന്നും. ഇത് ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നതിന്റെ തെളിവാണ്. നമ്മളെ ബലപ്പെടുത്തുന്ന ചില വചനങ്ങൾ തരും. അത് നമ്മളെ ഇഷ്ടപ്പെടുന്നതിന്റെ തെളിവാണ്. പലർക്കും കൺഫ്യൂഷൻ. ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു ചോദ്യമാണ്. ദൈവമക്കൾക്ക് പലപ്പോഴും ഒരു ചോദ്യമാണ്, ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് സാക്ഷ്യം കേട്ടു. ചെറിയൊരു ആഗ്രഹം പോലും കർത്താവ് നമ്മൾ മറന്നാലും കർത്താവ് മറക്കത്തില്ല. ദൈവമക്കളുടെ അത് ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ മാനസികമായി തകർന്ന്, അല്ലെങ്കിൽ സ്തോത്രം ഒരു വലിയ വീഴ്ചയിലിരിക്കുന്നു. ചിലപ്പം ഒരു ആത്മീയമായ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒരു വചനം വെളിപ്പെടുത്തി തരും. ആ വചനം അങ്ങോട്ട് വെളിപ്പെടുത്തി വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇരട്ടി ബലം പ്രാപിക്കും. ആരിഷ്ടപ്പെടുന്നുണ്ട്? ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ആത്മീയ കാര്യങ്ങളുടെ കോൾ വരാം. ആ ദൈവം ആരെ ഇഷ്ടപ്പെടുന്നുണ്ട്? നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട് ചില വാർത്തകൾ കേൾക്കുമ്പോൾ. ചിലപ്പോൾ ചില സ്തോത്രം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ പ്രാർത്ഥിച്ച ആയിരിക്കും ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യുന്നത് പറയാൻ നിൽക്കുന്നത്. സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിൽ ചോദിച്ച് ശക്തമായിട്ട് ദൈവസന്നിധി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാഷ കൊണ്ടിരുമ്പോൾ ദൈവം തന്നൊരു വെളിപ്പാട്. അപ്പോഴ് ഫോണിൽ കൂടെ പറയേണ്ടാന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു. സ്തോത്രം. ഇംഗ്ലീഷ് രാവിലെ വന്നപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ ദൈവത്തെ സ്തുതിച്ച കാര്യം എന്തുവാ? അപ്പോഴും പറയണ്ട, നീ ഞായറാഴ്ച പറഞ്ഞ സ്തോത്രം. കാര്യം എന്തുവാ? ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, ബലപ്പെടുത്തി പ്രാർത്ഥിച്ചു. കാര്യം ഈ ദൂത് തരുന്നതിന് വേണ്ടിയാണ്, ബലപ്പെടാനാ, ശക്തിപ്പെടാനാ. ദൈവം തന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം തന്നെ വെറുത്തിട്ടില്ല, ദൈവം തന്നെ കളഞ്ഞിട്ടില്ല. ഇപ്പോഴും ദൈവം തന്നെ സ്നേഹിക്കുന്നുണ്ട്.
ദൂത് കേൾക്കുമ്പോൾ ഓരോ വ്യക്തികൾ ദൂത് കഴിഞ്ഞ ആഴ്ച 15 ദൂത് കൊടുത്തു, ദൈവത്തിന്റെ ആലോചന കൊടുത്തു. കാര്യം പുള്ളി മനസ്സിലാക്കുന്നില്ല, പുള്ളി ഓർക്കുന്ന പുള്ളിയുടെ കഴിവാ, ഒന്നുമല്ല, വട്ടപൂജ്യമാണ്. ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ കരുണയാ, ദൈവത്തിന്റെ സ്നേഹമാ. അത് തിരിച്ചറിയാനാ ദൂത് കൊടുത്തേ. കാര്യം എന്തുവാ? അതിനകത്ത് കീഴ്പ്പെടാൻ എന്റെ കഴിവല്ല, എന്റെ ബുദ്ധിയല്ല, എന്റെ ബന്ധങ്ങളല്ല, എന്റെ കഴിവൊന്നും എന്റെ ബന്ധങ്ങളോ എന്റെ ബുദ്ധിയോ അല്ല, അതിനപ്പുറത്ത് ദൈവത്തിന്റെ കൃപയാ. അത് വെളിപ്പെടാതെ കാണിച്ചു കൊടുത്തേ. ഉടനെ അത് കേൾക്കുമ്പോഴാ ഞാൻ മിടുക്കനാ, ഞാൻ മിടുക്കനാ. പുള്ളിക്കാരൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, 15 അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എങ്കിലും ഞാൻ പറയുക, നമ്മൾ ദൂത് കേൾക്കുമ്പോ ഞാൻ മിടുക്കനാ, ഞാൻ അത്രയ്ക്ക് ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. ചിന്തിക്കല്ല, കീഴ്പ്പെട്ടോണം. ദൂത് കേൾക്കുന്നതനുസരിച്ച് ദൈവജനമേ കീഴ്പ്പെട്ടോണം. ദൈവം നിശ്ചയമായി ആരെ അനുഗ്രഹിക്കും? കർത്താവിനെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അതുപോലെ ദൈവമക്കളെ, സ്തോത്രം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബൈബിൾ പ്രകാരം ജീവിക്കുന്നവനാ ക്രിസ്ത്യാനി. മരിച്ച് 40 40 16 30 ഇല്ല. നമ്മൾ ഓർക്കും, അയ്യോ ഞാൻ അവിടെ പോകുന്നില്ല, ഞാൻ ഇവിടെ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുന്നേ ഉള്ളൂ. അതില്ലാത്തോ പിന്നെ എന്തിനാ കയറി കാണുന്നത്? അതില്ല. ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ പറയുക. സ്തോത്രം. വിഗ്രഹാത്ഭുതം കഴിക്കരുത് ദൈവത്തിന്റെ വചനം പറയുന്നു. നോക്കുമ്പോ വെറൊരു അപ്പമാ, അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, അതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയ പോലെ ഒരു അപ്പമാ അത്. പക്ഷെ ഞാനത് കഴിക്കുമ്പോൾ ഞാൻ അതിനെ സമർപ്പിച്ചെന്ന, അതിനെ ഏൽപ്പിച്ചു കൊടുത്തെന്ന അതിന്റെ തുല്യം. കർത്താവ് പറഞ്ഞു, സ്തോത്രം, കോടതി ചെന്ന് കഴിഞ്ഞാൽ കുത്തിയവനല്ല കുത്തിപ്പിച്ചവനാ 1-ാം പ്രതി. അത് ചിന്തിച്ചോണം. നമ്മൾ ഓർക്കും, അയ്യോ നമ്മള് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ കാര്യത്തിനകത്ത് സഹകരിക്കണം. പക്ഷെ സഹകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ലിമിറ്റിനകത്ത് എന്ത് ചെയ്യാവും? സഹകരിക്കാവും. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്ത് വലയെന്ന് പറഞ്ഞാൽ ഒന്നും പെന്തിക്കോസ്തുകാരാണ്, അതിനപ്പുറത്തെ ആൾക്കാരാണ്. പക്ഷെ അവരെല്ലാം എന്നെ വിളിക്കുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. അവർക്കറിയാം ഞാൻ അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. ബാക്കിയുള്ള എല്ലാ സൗഹൃദത്തിനും ഒരു വിഷയം വന്നാൽ ഓടി ഫ്രണ്ട് ഞാൻ കാണും, എല്ലാ കാര്യത്തിനകത്തും കാണും. പക്ഷേ ആവശ്യമില്ലാത്തൊരു ഉപദേശം കൊടുക്കാനോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനോ എന്ത് ചെയ്യത്തില്ല, ഞാൻ നിൽക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, കഴിഞ്ഞ ദിവസമല്ല അതിന് മുമ്പേ എന്നെ വിളിച്ചതാ, കഴിഞ്ഞ ദിവസം ഒന്നുകൂടെ എന്നെ ഓർമ്മിക്കുക. സ്തോത്രം, എനിക്കൊരു വസ്തു കൊടുക്കാൻ കിടപ്പുണ്ട്, 1 കോടിയുടെ വസ്തു. അത് വിൽക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്റെ ഭൂമിയിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. വിൽക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് വിറ്റാൽ നിങ്ങൾക്ക് ഞാൻ 1 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞു, എനിക്ക് ബ്രോക്കർ പണിയല്ല, എന്റെ പരിപാടി റിയൽ എസ്റ്റേറ്റ് പരിപാടിയല്ല, എന്റെ പരിപാടി കർത്താവിന്റെ വേല അറിയിക്കുന്നതാ. സ്തോത്രം. അല്ല, എത്രയോ സഭയ്ക്കകത്ത് പാസ്റ്റർമാര് പറയുന്നുണ്ട് ദശാംശം കൊടുക്കണം, ആ ദശാംശം കൊടുത്താൽ നടക്കുന്നു. ഞാൻ പറഞ്ഞു, നീ അതേ കേട്ടിട്ടുള്ളൂ, അതിന്റെ അപ്പുറത്ത് കുറെ കാര്യങ്ങളുണ്ട്. നിന്റെ അത് വാങ്ങണമെങ്കിൽ ഞാൻ യോഗ്യനാണ്, പക്ഷേ എനിക്ക് ആ സമ്പത്ത് വേണ്ട, ഞാൻ അതിന് അങ്ങനത്തുള്ള വ്യക്തിയല്ല. അവൻ പിന്നെ പറയാ, അണ്ണ അങ്ങനെ എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? സ്തോത്രം. അണ്ണൻ വന്നൊന്ന് പാർട്ടി കണ്ട. ഞാൻ പറഞ്ഞു, അണ്ണനല്ല, ശരിയാ, ഞാൻ നീയായിട്ട് ചേട്ടൻ അനിയനെ പോലെല്ല സ്നേഹിക്കുന്നത്, പക്ഷെ ഈ പരിപാടിക്ക് എന്നെ കിട്ടത്തില്ല. അങ്ങനെ കിട്ടുന്ന പാസ്റ്റർമാരുണ്ട്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് എന്നെ വിഷമം തോന്നിയതാണ്. ദൈവമക്കളെ, ഒരു ദൈവപൈതലായ നല്ല ഭവനം വേണം താമസിക്കാൻ. ഞാൻ പറയുന്നില്ല, ചന്തമുള്ള ഒരു ഭവനം വേണം, അനുഗ്രഹപ്പെട്ട ഭവനം വേണം. നമ്മളെ ജീവിതത്തിനകത്ത്, നമ്മളെ ഭവനത്തിനകത്ത് ഈ ലോകത്തിൽ നമ്മൾ കുറച്ചു കാലമേ ജീവിക്കുന്നുള്ളൂ. ആ ജീവിക്കുന്ന കാലത്ത് അനുഗ്രഹപ്പെട്ട എല്ലാ സൗകര്യമുള്ള ഒരു നല്ല ഭവനം, ഒന്നിനും കുറവില്ലാത്ത. ഒരുവന്റെ വീട്ടിൽ ചെന്നിട്ട് അയ്യോ അതിനല്ല, എല്ലാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഒന്നിനും കുറവില്ലാത്ത ഒരു നല്ല ഭവനം ആർക്ക് വേണം? ദൈവമക്കൾക്ക് വേണം. ദൈവം നിശ്ചയമായി തരും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. ഒരുവന്റെ എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ ചിലപ്പം നമ്മളെ ഉള്ളിനകത്ത് നമ്മളെ വരുമാനത്തിനനുസരിച്ച് ഒരു ഭവനമായിരിക്കും കാണുന്നത്. പക്ഷെ കർത്താവ് വരുമ്പോൾ തരുന്ന അതല്ലായിരിക്കും, അതിന് മേലിലെ കർത്താവ് തരുന്നു. നല്ലൊരു ജോലി വേണം. ഈ ഭൂമി ജീവിക്കുമ്പോൾ ഒരു ജോലി വേണം, ഒരു നല്ല ശമ്പളം വേണം. കാര്യം ആരോടും കൈ നീട്ടാൻ ഇടവരുത്തല്ല, ചോദിക്കാൻ ഇടവരുത്തല്ല. എന്റെ ആവശ്യത്തിന് എനിക്ക് ചെലവഴിക്കാൻ, എനിക്ക് അധ്വാനം, എനിക്ക് ആരോഗ്യം വരെ തന്ന അധ്വാനത്തിൽ നിന്ന് എനിക്ക് ചെലവഴിക്കുന്ന രീതിയിലുള്ള സമ്പത്ത് ആർക്ക് വേണം? എനിക്ക് വേണം. ചോദിക്കുന്നതുകൊണ്ട് അത്യാഗ്രഹമൊന്നുമല്ല, അതൊന്നും ചോദിക്കുന്നതിന് ഒരു കുറ്റവും ഇല്ല. ഈ ഭൂമി ജീവിക്കുമ്പോൾ എനിക്കൊരു വാഹനം വേണം. എനിക്ക് വാഹനം ഓടിക്കാൻ കഴിവുണ്ടെങ്കിൽ, എനിക്ക് കൊണ്ടിടാൻ പറ്റുമെങ്കിൽ എനിക്കൊരു വാഹനം ഉള്ളത് നല്ലതാണ്.
വാഹനമെല്ലാം വേണം. കമ്മ്യൂണിസ്റ്റ് ഡ്രൈവിംഗ് പഠിക്കണം കേട്ടോ. പഠിക്കണം, ദൈവം തരും. സ്തോത്രം. പോകാനും വരാനും ഒരു തരും. ഒരു 2 വീലർ ദൈവം തരുന്നുണ്ട്, മേടിച്ചോണം. സ്തോത്രം. ദൈവം അതിനുള്ള ബുദ്ധി തരാൻ പോവുക. ഇതുവരെ പേടിയാ, ഇനി ആ പേടി മാറ്റാൻ പോവുക. ദൈവം അതിനകത്തൊരു ആഗ്രഹം തരാൻ പോവുക. സ്തോത്രം. ഒരു വാഹനം വേണം, തെറ്റല്ല ദൈവമക്കളെ, ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഒരിടത്ത് പോവാൻ ഒരു വാഹനം അത്യാവശ്യമാണ്. സ്തോത്രം. നല്ല തലമുറ തരണം, നല്ല കാര്യമാണ്. ദൈവം അനുഗ്രഹിച്ച് തരുന്നതാ ആരെ? തലമുറ. പക്ഷെ എല്ലാത്തിനും അതിൻ്റെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തോട്ട് എത്തിയല്ലേ പോകല്ലേ. ഒരു സഭാ ഹോള് വേണം. ഞാൻ ആ ദൂത് ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി കേട്ടോ. മർക്കോസിനോ കർത്താവ് പറഞ്ഞു, സ്തോത്രം, എവിടെ തിരുവത്താരം കൂടുമെന്ന് ശിഷ്യന്മാർ ചോദിക്കുമോ, എവിടെ പ്രസംഗ ഒരുക്കണം. ആ ദൂത് മനോഹരന് ദൈവം വെളിപ്പെടുത്തിയ ദൂതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. എനിക്ക് ഭയങ്കര സന്തോഷം. എന്റെ ഒരു മാനസിക വിഷമം അവിടെ തീർത്ത്. സ്തോത്രം. ആ ദൂത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? എടാ, നീ ഇന്നടത്തോട്ട് ചെല്ല്, അവിടെ ഒരു കുടം വെള്ളമായിട്ട് എടുത്തിട്ടുണ്ട്. അവൻ ഏത് വീട്ടിൽ കയറുന്നു അവന്റെ വീട്ടിൽ, അവന്റെ അടുത്ത് ഏത് ചോദിക്കാനല്ല പറഞ്ഞു. അവൻ ഏത് വീട്ടിൽ കയറുന്നു അവിടെ ചെന്നിട്ട് നീ പറ, കർത്താവിന്റെ ശിഷ്യന്മാർക്കും പെസക ഒരുക്കണം. സ്തോത്രം. അത് എവിടാന്ന് അവന്റെ അടുത്ത് അങ്ങ് ചോദിച്ചാൽ മതി. ഒരുക്കണമെന്നല്ല, ഈ പെസക കൂടണം, അത് എവിടാ, അത് ചോദിച്ചാൽ മതി. ഈ വീട്ടിലാണെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അവൻ ഉടൻ തന്നെ മേളിലോട്ട് വിളിച്ചോണ്ട് പോയി അത് ഒരുക്കേണ്ട ഒരു മാളിക കാണിച്ചു. ഒരുക്കി വെച്ചേക്കോ, അവിടെ തുടച്ച് മിനുക്കി ക്ലീൻ ആക്കി വെച്ചേക്കുക. നീ അങ്ങോട്ട് വന്ന് ചെയ്താൽ മതി. അതേപോലെ ചർച്ച കിട്ടുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൂതിനെ ഏറ്റെടുത്ത് സ്തുതിക്കുന്നു. ആ ദൂതിനെ കീഴ്പ്പെട്ട് സ്തുതിക്കുന്നു. ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ആ ദൂത പ്രകാരം ദൈവം ഒരുക്കി വെച്ചത് ഞങ്ങൾ പണിയതല്ല, ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി പണിത് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന അപ്പുറമായി ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന മാളിക മുറിക്കായി സ്തോത്രം. ഞങ്ങളെ ചർച്ചിനായി സ്തോത്രം. ദൈവ കരയിൽ തരുന്നതിനായി സ്തോത്രം. വാഗ്ദത്തം ഒരുക്കി തരുന്നതിനായി സ്തോത്രം. അന്യഭവിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകുന്നതിനായി സ്തോത്രം. കർത്താവ് തരും. ഇതേപോലെ നമുക്ക് ഓരോ വിഷയത്തിനകത്തും കർത്താവ് തരും. അപ്പൊ ഒരു ചർച്ച വേണം. അത് ചന്തമുള്ളൊരു ചർച്ച ആയിരിക്കണം. അനുഗ്രഹപ്പെട്ട ചർച്ച ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും വരാനും പറ്റണം. അത് ഈ വരുന്ന ദൈവമക്കൾക്കെല്ലാം അതിനകത്ത് പറ്റണം. അവർക്ക് വണ്ടി കൊണ്ട് ഇടാൻ പറ്റണം. അവരുടെ സൗകര്യങ്ങൾ എല്ലാം രീതിയിലൊരു ചർച്ച വേണം. എന്ന് പറഞ്ഞാൽ ചർച്ച് 5 സ്റ്റാർ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആ ചർച്ച് നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൊണ്ടുപോകത്തില്ല. നമുക്ക് ആരാധിക്കാൻ ഒരു സ്ഥലം വേണം. നമ്മൾ ആരാധിച്ച് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അത് കൊണ്ടുപോകത്തില്ല. അത് ഇവിടെ കളഞ്ഞിട്ട് പോകാനുള്ള സാധനമാണ്. അതുവരെ ആരെ ആരാധിക്കണം? അപ്പൊ അതിനുള്ള സൗകര്യം വേണം. അല്ല, അത് 5 സ്റ്റാർ ആകണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. പരസ്യമായിട്ട് സ്തോത്രം ഓൺലൈനിൽ പ്രസംഗിക്കുക, ഓൺലൈനിൽ ചോദിക്കുക, 8 കോടി രൂപ വേണമെന്ന് ദൈവസഭ പണിയാൻ. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും നാൾ പണിതു, ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, ഇനി 8 കോടിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഡിസംബറിൽ നിങ്ങളെല്ലാം ശമ്പളം ഇവിടെ കൊണ്ടു തരണം. 1 രൂപ നിങ്ങൾ എടുക്കല്ലേ. നിങ്ങൾ കടം മേടിച്ച് ജീവിച്ചു, അതൊന്നും അറിയണ്ട. എവിടെ കൊണ്ടു തരണമെന്ന്? സഭയെ കൊണ്ടു കൊടുക്കണം. 8 കോടി രൂപ. എന്തുകൂടെ ഇവിടെ 5 സ്റ്റാർ ഹോട്ടൽ, മസ്കറ്റ് ഹോട്ടൽ പണിയുന്നു? പറയുന്ന സഭയ്ക്കകത്ത് ആയിരങ്ങൾ കൂടുക, മുതലാക്കുക. 8 കോടി രൂപ. അതിനകത്ത് ശുശ്രൂഷിക്കുന്ന ദൈവദാസം ഭയങ്കര, ആ സഭയുടെ ശുശ്രൂഷകൻ വലിയ ആളാണ്. അന്ന് പറയാൻ വേണ്ടി ഒരു ശുശ്രൂഷകനെ കൊണ്ടിറക്കിയിട്ടുണ്ട് ഇത് ചോദിക്കാൻ. ഈ ശുശ്രൂഷകൻ ഭയങ്കര ഇതാ. ശുശ്രൂഷകൻ പറയാ, ഈ ഫണ്ടിലേക്ക് ഞാൻ 100 രൂപ ഇപ്പൊ പാർട്ടിച്ചിടാൻ പോകും. 8 കോടിയുടെ സാധനത്തിനകത്ത് 100 രൂപ ഇടത്തുള്ളൂ. എന്താ ചെയ്യാൻ? 1 ലക്ഷം രൂപ ഇട്ടുകൂടായിരുന്നു. അതൊക്കെ പറയാം, ഡിസംബർ ആകുമ്പോൾ നിങ്ങളെ ദൈവദാസനെ കൊണ്ട് കൊടുത്തോളൂ ഈ പൈസ. അപ്പുറത്ത് സംഭവിച്ചതാ. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം. പച്ചക്കറികൾ എനിക്ക് ഇട്ട് തന്നപ്പോൾ എനിക്ക് എന്നെ വിഷമം തോന്നിപ്പോയി. 8 കോടി രൂപ 10-12 കൊല്ലത്തിന് മുമ്പേ പിരിക്കാൻ തുടങ്ങിയതാ.
പിരിയാൻ തുടങ്ങിയതാണ്. ഹോള് വേണം, ഹോള് വേണ്ടെന്നല്ലേ പറഞ്ഞേ. 1000-3000 പേര് കൂടുന്നെങ്കിൽ അതിന് കൂടാൻ പറ്റുന്ന ഹോള് പണിയണം. അതൊരിക്കലും 8 കോടിയുടെ ബഡ്ജറ്റിലൊന്നും അല്ല. സ്തോത്രം. എവിടെങ്കിലും വിദേശത്ത് പോയി സായിപ്പന്മാർ ചെയ്യുന്നത് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് അവിടുത്തെ കൾച്ചറും അവിടുത്തെ രീതിയുമാണ്. അതല്ല കേരളത്തിനകത്ത്. എത്ര ദൈവമക്കൾ വീടില്ലാതെ കഴിയുന്നു, എത്രയോ ദൈവമക്കൾക്ക് വീടില്ല, ഒരു കൂര പോലും ഇല്ല, ഒരു കൂര പോലും ഇല്ല, ഒരു സൈഡിൽ ഒരു ചായ്പൂ പോലും സ്വന്തമായിട്ടില്ലാത്ത എത്രയോ ദൈവമക്കളുണ്ട്. എത്രയോ ദൈവമക്കളുടെ വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതെ കിടപ്പുണ്ട്. എത്രയോ ദൈവമക്കള് വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കാൻ നിന്നിട്ട് പഠിത്തമില്ലാത്തവർ കിടക്കുന്നുണ്ട്. വേറെ ആരെയും വേണ്ട, ദൈവമക്കളെ എന്ന് നോക്കിയാൽ മതി. ഇതിനകത്ത് നിന്റെ സഭയ്ക്ക് ദൈവം അനുഗ്രഹം തരുമ്പോൾ, നമ്മളെ സഭയ്ക്ക് അനുഗ്രഹം തരുമ്പോൾ നമ്മളെ സഭയ്ക്കകത്തുള്ള ദൈവമക്കൾക്ക് കൊടുത്ത് ദൈവമക്കളെ തൃപ്തിപ്പെടുത്തിയിട്ട് അടുത്തവർക്ക് നമ്മൾ കൊടുത്തിരിക്കും. ബാക്കി എടുത്ത് അടുത്തവർക്ക് കൊടുക്കും. അല്ലാതെ അതെടുത്ത് എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കൊണ്ടുപോകത്തില്ല. എനിക്കും എന്റെ സഭയ്ക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും സഭയ്ക്കും വേണ്ടതല്ല എടുത്താൽ ബാക്കി എടുത്ത് അപ്പുറത്തോട്ടേ കൊടുക്കുമല്ലോ. അയ്യോ ഇത്രയും വന്നോണ്ട് ഇനി ഇന്നത് ചെയ്യാൻ തോന്നുന്ന പരിപാടിയൊന്നുമില്ല. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് അന്നെന്നുള്ളത് തരണേനാ പ്രാർത്ഥിക്കുന്നത്. അത് വിശ്വസ്തനാവാനാ. എന്റെ ബാങ്ക് ബാലൻസ് ഒന്നും അല്ല എനിക്ക് വേണ്ടത്. ഞാൻ ഓർക്കുക, 8 കോടി രൂപ എന്തു ബഡ്ജറ്റ്. ഈ കോടിക്കൊന്നും വിലയില്ലേ? 5 ലക്ഷം രൂപ മതി നല്ലൊരു കല്യാണം നടത്താൻ. ഒരുമാതിരി നാന്യമായിട്ട് ആ ഒരു മീഡിയം ലെവലിൽ മാന്യമായിട്ട് വിവാഹം നടത്താൻ 5 ലക്ഷം രൂപ പോലും വേണ്ട. അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന എത്രയോ പേര് 5 ലക്ഷം രൂപ ഇട്ട് എന്റെ വീട്, എനിക്ക് വീട് മൊത്തം തരും. ആ സമയത്ത് പറയുക എന്തുവാ, 8 കോടിയുടെ ചർച്ച്, അപ്പോസ്തല ചർച്ച്. ദൈവമേ, അപ്പോസ്തല പൗലോസ് പോലും അപ്പോസ്തൽ എന്ന പേര് വിളിക്കാൻ യോഗ്യനല്ലെന്നാ പറഞ്ഞത്. കർത്താവിന്റെ ശിഷ്യന്മാരെ വിളിക്കാൻ യോഗ്യൻ 12 പേരായിരുന്നു അപ്പോസ്തലന്മാരെന്ന പേര് വിളിച്ചത് കർത്താവ് ഇട്ടത്. ബാക്കിയുള്ളവരെല്ലാം കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്നു. അപ്പോസ്തലൻ എന്ന് പറയുന്ന പേര് വിളിക്കാൻ ഇത് അപ്പോസ്തല സഭ, അപ്പോസ്തലൻ. സ്തോത്രം. ഇതെല്ലാം സ്തോത്രം. ഇതെല്ലാം സത്യം പറയുക ഇങ്ങനെല്ലാം മേടിക്കുന്നവരെ കണ്ടുകൊണ്ടാ. കഴിഞ്ഞ ദിവസം ഒരാളെ അടുത്ത് വന്ന് അവിടെ പറയുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ വാ, നിങ്ങൾ പ്രാർത്ഥന വിഷയം വാ, നിങ്ങൾക്ക് അതിന് ദശാംശം കൊടുത്ത് തന്നാൽ മതിയെന്ന്. 1 കോടിക്ക് ആ വസ്തു വിൽക്കുമ്പോൾ 1 ലക്ഷം രൂപ തരാൻ തയ്യാറാണ്. ബാക്കി അവന്റെ കുറെ കാര്യങ്ങളുണ്ട്. 1 ലക്ഷം രൂപ നിങ്ങളെ സഭയ്ക്ക് തരാം. ഞാൻ പറഞ്ഞ ആ 1 ലക്ഷം രൂപ എനിക്ക് വേണ്ട. ആ 1 ലക്ഷം രൂപയും കൊണ്ട് കിട്ടുന്ന സന്തോഷമൊന്നും എനിക്ക് വേണ്ട കുഞ്ഞെ. നീ ആള് മാറിപ്പോയി. അവൻ അണ്ണ ഞാൻ ആരോ നീ വേണ്ടി ആരെടുത്തോ പോകും. എന്നെ നീ ശല്യപ്പെടുത്താൻ വരാൻ, ഈ ഒരു കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ വരാൻ. സ്തോത്രം. നീ എനിക്ക് തരാന്ന് പറഞ്ഞ് നീ എന്നെ പ്രാർത്ഥിപ്പിക്കാൻ വരണ്ടേ. ഞാൻ അത് കണ്ടിറങ്ങിയവനല്ല, എനിക്കത് വേണ്ട. സ്തോത്രം. എന്നിട്ട് ഒരു 100 രൂപ ഇട്ടിട്ട് പറയാ, ഞാൻ ഇതിനകത്ത് 100 രൂപ കൊടുക്കും. പ്രീസലോ ഞാൻ ഓർക്കുക, ഞാൻ കുറച്ച് കൊടുത്തു, ബാക്കിയുള്ളവര്. ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിനകത്ത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചു വന്നു. മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് പഠിപ്പിച്ചു വന്നു. എന്ത് പറഞ്ഞു? മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് പറയുന്നു, 13-ാം അധ്യായത്തിനകത്ത് 5-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു വന്നു. അതിനകത്ത് പറയുന്നു, നിങ്ങൾ വഴിതെറ്റിപ്പോകരുതേ, നിങ്ങൾ സൂക്ഷിച്ചു പോണം. അന്ത്യകാലമാ. എന്ത് ചെയ്യല്ലേ? വഴിതെറ്റി പോകരുതേ. എനിക്ക് ഒരു സഭാ ഹോള് വേണം. ഞാനിവിടെ ഒരിക്കലും ഒരു എമൗണ്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു സഭാ ഹോള് വേണം, പ്രാർത്ഥിക്കാം, നമ്മളെ ദൈവമക്കൾ അനുഗ്രഹപ്പെടണം. അല്ലാതെ ഈ എമൗണ്ട് അല്ല. ദൈവം എന്ത് തന്നാലും നമ്മൾ സ്തോത്രം പറഞ്ഞ് അതിനകത്ത് കയറും, സന്തോഷം പറഞ്ഞ് കയറും. കാര്യം അതിനപ്പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആഗ്രഹം കൊണ്ടുവരുന്നില്ല. പിന്നെ ദൈവസ്ഥ വലിയൊരു ആഗ്രഹം സൗണ്ട്സ് പ്രൂഫുള്ള ഒരു ഹോള് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാര്യം നമ്മളെ ശബ്ദം നമ്മളെ കേൾക്കാം, പുറത്ത് വേണ്ട, ആരും കേൾക്കണ്ട, ശല്യപ്പെടുത്തണ്ട, നമുക്ക് നമ്മളായിട്ട് ആരാധിക്കാം. അതിനുള്ള ഭാഗ്യം ദൈവം തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിനകത്ത് അതൊരു ചെറിയ എമൗണ്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മൾ പാർശ്വമുള്ള അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്യുന്നില്ല. കാര്യം ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഞാൻ എടുക്കാം. സ്വർഗത്തിനകത്ത് ദൈവം നമ്മളെ കൊണ്ടുപോയി ഇരുത്താൻ പോകുന്ന സ്ഥലമുണ്ട്. ചുമന്ന കല്ല്, വൈരക്കല്ല്, അതൊക്കെ കല്ലിന്റെ തന്നെ ഒരു വലിയൊരു വരിയുണ്ട്. അതിന്റെ എല്ലാം വിലയെ കുറിച്ചുള്ളതുണ്ട്, അതിന്റെ എല്ലാം പ്രൗഢിയെ കുറിച്ചുണ്ട്. അങ്ങനെ ഒരു പ്രൗഢി എടുത്തേക്ക ആര് കൊണ്ടുപോകുന്നേ? കർത്താവ് കൊണ്ടുപോകുന്നേ. ഈ ലോകത്ത് നമുക്ക് ആരാധിക്കാൻ ഒരു ഹോള് മതി, ചന്തമുള്ളൊരു ഹോള്, ആർക്കും പരാതിയില്ലാത്ത, കണ്ടു കഴിഞ്ഞാൽ നല്ല അനുഗ്രഹപ്പെട്ട ഒരു ഹോള്. അതിനപ്പുറത്തോട്ട് ഇത് 5 സ്റ്റാർ ഹോട്ടലാക്കാനും സ്റ്റുഡിയോ ആക്കാനും ആര് പറയുന്നില്ല, കർത്താവ് പറയുന്നില്ല. നമ്മളെല്ലാം എവിടുന്ന വന്നേന്ന് ആദ്യം മനസ്സിലാക്കും.
നമ്മൾ എന്തെന്ന് മനസ്സിലാക്കുക. നേരത്തെ സാക്ഷ്യത്തിനകത്ത് വളർന്നു പറഞ്ഞത് എന്താ യോഗ്യത എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയത് എപ്പോഴാ? വചനങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, നമ്മളെ തന്നെ നമ്മളെ ശോധന ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് നമുക്കിതിനെല്ലാം എന്താ യോഗ്യത. കർത്താവ് ഇത്രമാത്രം സ്നേഹിപ്പാൻ, നമ്മളെ ഓരോ ദിവസവും വഴി നടത്താൻ, ഓരോ ദിവസവും ആരോഗ്യ ബലവും തരാൻ, ശക്തി നൽകാൻ, സമ്പത്ത് നൽകാൻ, വസ്ത്രം നൽകാൻ, അല്ലെങ്കിൽ സമാധാനം നൽകാൻ നമുക്ക് എന്താ യോഗ്യത? ഇതിന് നമുക്ക് യോഗ്യതയുണ്ടോ? ദൈവം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പോഷിപ്പിക്കുക. എന്നിട്ട് നമ്മൾ അത്യാഗ്രഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം. ഈ എമൗണ്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് വലിയൊരു ഹൈടെക് രീതിയിലെങ്കിലും പറഞ്ഞാൽ പോലും അതിനൊരു മര്യാദ ഉണ്ടായിരുന്നു. ഈ എമൗണ്ട് എല്ലാം പറയുന്നുണ്ട് 13 വർഷം കൊണ്ട് പിരിച്ചിട്ട് പോയി മേടിച്ചതോ ഒരു വലിയ സ്തോത്രം അല്ലെങ്കിൽ അകത്ത് ഉള്ളേറിയ പോയ ഒരു വസ്തു മേടിച്ചു വെച്ചതാ. മേടിച്ചിട്ട് അതിനകത്ത് പണിയോ ഇനി 8 കോടി രൂപ അതിനകത്ത് മുടക്കാൻ പോവുക. പൈസ ദൈവമക്കളെ, ഈ പൈസക്കെല്ലാം എന്തുണ്ട് കണക്കുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 10 കോടിക്ക് 1 കോടിക്ക് വിൽക്കുന്നവൻ 1 ലക്ഷം രൂപ മതി അവന് വേണ്ടി പ്രവർത്തിക്കാൻ പോകും. ആവശ്യമില്ലാത്ത വസ്തുവിനകത്ത് നീ കയറി കാലുകുത്തല്ലേ, നീ കയറി അവകാശം പറയില്ല, പ്രാർത്ഥിക്കല്. കാര്യം നിന്റെ പ്രാർത്ഥന ആര് കേൾക്കും? ദൈവം കേൾക്കും. ആവശ്യമില്ലാത്ത കണ്ണുനീര് കിടന്ന വസ്തുവിനകത്ത് നീ കയറി പ്രാർത്ഥിക്കാൻ നിന്നാൽ ആര് ചോദിക്കും? ദൈവം നിന്നോട് ചോദിക്കുന്ന ഒരു സമയമുണ്ട്, നിന്റെ തലമുറയോട് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. ഈ ശുശ്രൂഷകന്മാര് ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരെ തലമുറ ദൈവം പിടിച്ചുകൊണ്ടിരിക്കുക. പരസ്യമായിട്ട് ദൈവം പിടിച്ചുകൊണ്ടിരിക്കുക. ഇനി പരസ്യ കോലമായിട്ട് തലമുറ കൊണ്ടുവരാൻ പോവുക. ദൈവം അടിക്കാൻ തുടങ്ങിയ പിന്നെ വിടത്തില്ല. ദൈവം അടിക്കാൻ തുടങ്ങിയ തലമുറകളെ അടിച്ചുകൊണ്ടിരിക്കും. വിടത്തില്ല. സ്തോത്രം. ദൈവം എന്തിലെ ഏൽപ്പിച്ച് അതിനകത്ത് വിശ്വസ്തനായിട്ടിരുന്നുവെങ്കിൽ ദൈവം നിന്നെ എവിടെ കൊണ്ടുപോകും? സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകും. ആ മഹത്വം അനുഭവിക്കും. ഞാനല്ല സ്വർഗരാജ്യം ആഗ്രഹിക്കുന്നത്. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം, ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കും. അതിനെ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് കാണുന്നത്. ദൈവം എന്നോട് സംസാരിക്കണം ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ. ഇന്ന് സ്തോത്രമാല ചിന്താമണി ആന്റി പറഞ്ഞു, ഞാൻ വേറെ ആരെയും അത് ഉറച്ച തീരുമാനമായിരിക്കണം. ഞാൻ വേറെ ആരെയും അടിമയാവത്തില്ല. ഞാൻ അടിമയാവുന്നെങ്കിൽ ആരുടെ അടിമയാവത്തുള്ളൂ? കർത്താവിന്റെ. കാര്യം എനിക്ക് സമാധാനം തരുവാനും, എനിക്ക് സന്തോഷം തരുവാനും, ആരോഗ്യം തരുവാനും, ആയുസ് തരുവാനും ആർക്കേ കഴിയത്തുള്ളൂ? എന്റെ കർത്താവിനെ തരത്തുള്ളൂ. അപ്പോഴും ഞാൻ ആരുടെ അടിമയാ? എന്റെ കർത്താവിനെ അടിമയാവത്തുള്ളൂ. കർത്താവ് എന്നതേ കേൾക്കത്തുള്ളൂ. കർത്താവ് നമ്മളെ അടിമയായിട്ടും അല്ല വിളിച്ചത്. അതുകൊണ്ട് മനസ്സിലാക്കുക, മക്കളെന്ന് പറഞ്ഞ ദാനത്തിനാണ് വിളിച്ചത്. മക്കളെന്ന് പറയുന്ന അവകാശത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആരെയാ സേവിക്കേണ്ടത്? മനുഷ്യനെയാണോ? ഇന്ന് ഇവിടുന്ന് പോകുന്നവനെയാണോ? ഇന്ന് ഇവിടുന്ന് നാളെ ഗ്യാരണ്ടി പറയാത്തവനെയാണോ നമ്മൾ സേവിക്കേണ്ടത്, പേടിക്കേണ്ടത്? ആരെയാ പേടിക്കേണ്ടത്? ദൈവത്തെ പേടിക്കണം. നാളെ എന്നെ എവിടെ കൊണ്ടുപോകുന്നു? സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവനെയാണ് ഞാൻ പേടിക്കേണ്ടത്. അല്ലാതെ എന്നും എനിക്ക് വേണ്ടി കണക്ക് പറയുന്നവനെ അല്ല ഞാൻ പേടിക്കേണ്ടത്. എന്റെ സ്വർഗത്തിലെ ദൈവത്തെയാ പേടിക്കണം. ദൈവം എന്നോട് കണക്ക് പറഞ്ഞിട്ടുണ്ടോ? തന്നിട്ട് എന്തെങ്കിലും കണക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഓർക്കും, എന്റെ കർത്താവ് ചോദിക്കുന്നതെല്ലാം തരുന്നുണ്ട്. അന്നെന്നുള്ളത് മതി, തൃപ്തിപ്പെട്. ചോദിക്കുന്നതെല്ലാം ദൈവം തരുന്നുണ്ട്. കർത്താവ് കണക്ക് പറയാൻ തുടങ്ങിയ പോയി ഇല്ലയോ? സ്തോത്രം. മനുഷ്യൻ തന്നെ എന്ത് ചെയ്യും? കണക്ക് പറയും. മനുഷ്യനെ അല്ല എന്ത് ചെയ്യണ്ടേ? ആശ്രയിക്കേണ്ടത്. കർത്താവിന്റെ വചനത്തിനകത്ത് പറയുന്നു, അന്ത്യകാലത്ത് ഞാനെന്ന് പറഞ്ഞ അനേകർ വരും. അവർക്ക് ദീർഘമായ ഒരു പ്രാർത്ഥിക്കും, അവർ വലിയ ഷോ കാണിക്കും. ആ ഷോയിലും ആ ദീർഘമായതിനകത്തൊന്നും എന്ത് ചെയ്യല്ലേ? വീട് പോലെ. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാണ്. അതിലേക്ക് പ്രവേശിക്കുന്ന ഒരു ചുരുക്കമാണ്. നാശത്തിലേക്ക് വഴി വിശാലമാണ്. യേശു എന്ന് പറഞ്ഞ്, ഞാൻ എന്റെ നാമം പറഞ്ഞ്, ഞാനെന്ന് പറഞ്ഞ് അനേകർ വരും. നിങ്ങൾ എന്ത് ചെയ്യല്ലേ? വഴി തെറ്റിപ്പോകരുത്. ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളല്ലാതെ പുറമെ വിശുദ്ധിയും വേർപാടൊന്നുമല്ല. അവരുടെ ലാഭമാണ് നോക്കുന്നത്. അവരുടെ രീതിയിലാണ് പോകുന്നത്. അല്ലാതെ അവർക്ക് ഇന്നാൾക്ക് വിടുതൽ കിട്ടണമെന്നോ, ഇന്നാൾക്ക് സൗഖ്യം കിട്ടണോ, ഇന്നാര് കാര്യങ്ങൾ നടക്കണമെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് മൊത്തം ആരെ കാണിച്ചാൽ മതി? ഷോയായിട്ട് പോയാൽ മതി. അവരുടെ കുടുംബം, അവരുടെ കാര്യങ്ങൾ. സ്തോത്രം. കർത്താവിന്റെ വചനം കാലങ്ങൾക്ക് മുമ്പേ പറയും, ഇതെല്ലാം ആരുടെ നാമത്തിലാണ് വരുന്നത്? യേശു എന്ന നാമത്തിലാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ഞാനുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ഇത് ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുന്നതല്ല. ദൈവത്തിന്റെ ആത്മാവിൽ നടന്നാൽ ഒരിക്കലും ഇങ്ങനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയത്തില്ല, ദ്രോഹിക്കുന്ന കാര്യം പറയത്തില്ല എന്ന് ആർക്ക് മനസ്സിലാവും? നമുക്ക് മനസ്സിലാവും. ഞാൻ ആ ഒരു വാക്കായിരിക്കും ഇത്. ഡിസംബറിലുള്ള
ശമ്പളം ഒന്നും ആരും എടുക്കല്ലേ, അത് അതേപടി കൊണ്ട് തന്നേക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കേട്ടപ്പോഴേ ഞാൻ ഓർത്ത് ഇത്രയും അധംപതിച്ചു പോയല്ലോ. എന്താ അവൻ നാളെ പട്ടിണി കിടന്നോട്ട് അവൻ പട്ടിണി കിടന്നാലും ഇത് ഇവിടെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്ന ദൈവമക്കളുണ്ട്, പേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ദൈവമക്കളുണ്ട്, പേടിപ്പിച്ച് മേടിക്കുന്നുണ്ട്. ആ കേട്ടതിൽ സ്തോത്രം, ഞാൻ ഉറപ്പായിട്ട് പറയാം, ആ കേട്ടതിൽ ഒരു 45% പേടിച്ചുകൊണ്ട് കൊടുക്കും. അവർ തുടത്തില്ല, പേടിച്ചുകൊണ്ട് കൊടുക്കും. അതാ സ്തോത്രം സഭ ഉപയോഗിക്കുന്നെങ്കിൽ സഭ കണക്ക് പറഞ്ഞേ പറ്റും. ആരെടുത്ത്? ദൈവത്തിന്റെ സഭ കണക്ക് പറഞ്ഞേ പറ്റും. ദൈവം ആരെ കടക്കാരനാക്കാനല്ല കർത്താവ് വിളിച്ചേ. ദൈവം എല്ലാവരുടെ കടങ്ങളെ മാറ്റി ആശ്വാസം കൊടുത്ത് ഉയർത്തുവാനും മാനിക്കുവാനും ആര് വിളിച്ചത്? കർത്താവ് വിളിച്ചത്. ദൂത് മനസ്സിലാവാത്തോണ്ടാണ്. എനിക്ക് ദൈവം ദൂത് തന്നിട്ടുണ്ടെങ്കിൽ ആ ദൂത് ആര് സഫലമാക്കി തരും? എന്റെ കർത്താവ് എനിക്ക് സഫലമാക്കും. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കർത്താവ് എന്നെ എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് ദൈവം ഒരു അടിസ്ഥാനം വെച്ചിട്ടുണ്ട്. ഇന്ന മാസത്തിൽ കുഞ്ഞ് കമന്ന് വീഴും, ആ കുഞ്ഞ് മുട്ടിൽ എഴുന്നേക്കും, അത് മുട്ടിൽ ഇരിക്കും, മുട്ടിൽ എഴയും, നീന്തും. നമ്മ ഒരു ദിവസം അവൻ എന്ത് ചെയ്യും? നമ്മളെ ഞെട്ടിക്കുന്ന പോലെ പിടിച്ചെഴുന്നേക്കും. അത് കഴിയുമ്പോൾ ഒരു ദിവസം പിന്നെ നോക്കുമ്പോൾ അവൻ ഞെട്ടിച്ച് ഒന്നിനും തൊടാതെ അവൻ നടന്നു വരും, 2 കാലിനകത്ത് നടന്നു വരും. അത് ദൈവത്തിന്റെ പ്ലാൻ. പക്ഷേ സ്തോത്രം അതേപോലെ തന്നെ ഇപ്പോൾ അമികാല സ്തോത്രം ഒരുപാട് ഉപകരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സമ്പത്ത് മുടക്കിയാൽ ഉപകരണങ്ങൾ കിട്ടും. അവൻ കയറി ഇരിക്കുമ്പോഴും നീന്തുമ്പോഴും അവനെ പിടിച്ച് അതിനകത്ത് ഇരുത്തും. സ്തോത്രം അവനെ കൊണ്ട് ശല്യമുണ്ട്. അവൻ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നടക്കും. കാര്യം അവൻ അങ്ങോട്ട് കാല് വെക്കുമ്പോഴില്ല, അത് വീല നടന്ന് അവന്റെ കാലിൽ ഉറയ്ക്കും. അവൻ പെട്ടെന്ന്. മറ്റേ കുഞ്ഞ് ചിലപ്പോൾ നടക്കാൻ ചിലപ്പോൾ 2 മാസം കഴിയുന്നെങ്കിൽ ഇവൻ 2 മാസത്തിന് മുമ്പ് നടക്കും. 2 മാസത്തിന് മുമ്പ് ഇവൻ നടന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 2 മാസം കഴിയുമ്പോൾ യഥാർത്ഥമായിട്ട് നടക്കുന്നവൻ പുറത്തു വരും. കർത്താവ് പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന രീതിയിൽ അവൻ നടന്ന് പുറത്തു വരും. പക്ഷേ ഈ വരുന്ന പൈതൽ എന്ത് ചെയ്യും? ആരോഗ്യമുള്ളവനായിരിക്കും. ഇന്ന് പലരും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഇന്നലെ എനിക്കൊന്ന് ആരാണ്ട് പറഞ്ഞു കൊടുത്തേന്ന് തോന്നുന്നു. സ്തോത്രം. അവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തേന്ന് തോന്നുന്നു. എന്നെ വിളിച്ചിട്ട് പറയാം, ഞാൻ തരാം. അതിന് തരാത്തില്ലെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. തരാന്ന് പറഞ്ഞാലെങ്കിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ നിന്റെ സ്തോത്രമാലല്ലേ നീ പോകുന്ന അവയാലല്ലേ അവിടെ ചിലവർ കാണും. അപ്പോഴവൻ എന്റെ അടുത്ത് പറഞ്ഞു, ഇല്ല പാസ്റ്റർമാര് വരുമെന്ന്. ഞാൻ പറഞ്ഞ അങ്ങനത്തുള്ള പാസ്റ്റർമാരെ വിളിച്ചു പോലെ ഞാൻ ആ പാസ്റ്റർ അല്ല, എനിക്കത് വേണ്ട, ആ നന്മ എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന് അർഹതപ്പെടാത്ത ഒന്നും കരങ്ങളിൽ വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ. സ്തോത്രം. നാളെ അബ്കാരി സ്തോത്രം അബ്കാരി പരിപാടി മദ്യം വെച്ച് കാശുണ്ടാക്കിയിട്ട് അതിന്റെ ദശാംശം എന്നെ വെട്ടിക്കൊണ്ടിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ. നാളെ ഞാൻ കണക്ക് കൊടുത്തേ പറ്റൂ. കഞ്ചാവ് വിറ്റിട്ട് അതിന്റെ അകത്ത് ദശാംശം കൊണ്ട് കൊടുക്കാന്ന് പറയുന്നവന്റെ ദശാംശം എനിക്ക് വേണ്ട. അത് പണമല്ലമ്മ, പക്ഷെ അതെനിക്ക് വേണ്ട. അത് എന്നോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ആര്? കർത്താവ്. അതുകൊണ്ട് ഇവിടെ സൂപ്പീരില്ലാത്ത ആരോടും നമുക്കൊരു സൂപ്പീരില്ലാത്ത യഥാർത്ഥമായിട്ട്. അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരാളെ വിശ്വസ്തയോടെ ഏൽപ്പിച്ചിട്ട് ആ കമ്പനിയെ വെട്ടിച്ച് ഉണ്ടാക്കുന്ന പൈസയുടെ ദശാംശം ഇവിടെ വേണ്ട, തരണ്ട. അധ്വാനിച്ച് വേർപ്പിൽ ഉണ്ടാക്കിയ ദൈവം തരുന്ന സമ്പത്തിന്റെ ദശാംശം മതി. അല്ലാത്ത ഒരു ദശാംശവും ഇവിടെ വേണ്ട. അതിന്റെ ഒരു അനുഗ്രഹം എനിക്ക് വേണ്ട. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവനാ. ദൈവഹിതമല്ലാത്ത ഒന്നും എന്റെ കരങ്ങളിൽ വരല്ലേ. കണക്ക് ചോദിക്കുന്ന ഒന്നും വരല്ലേ. അറിയാതെ വന്നു മേടിച്ചോ എനിക്ക് അറിയത്തില്ല. പക്ഷെ അറിയൊന്നും എന്റെ ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്യല്ലേ? കർത്താവ് കൊണ്ടുവരല്ലേ. അറിയാതെയും കൊണ്ടുവരല്ലേ എന്നാ പ്രാർത്ഥിക്കുന്നത്. ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, ബലം തന്നിട്ടുണ്ട്. അതിനകത്തുള്ള നന്മ അനുഗ്രഹവും ആർക്ക് മതി? നമുക്ക് മതി. ആ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ച് നമുക്ക് വേറെ വചനത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച മുതൽ എടുക്കുവാൻ ആഗ്രഹിച്ചിട്ടും ചെല്ലാത്ത വചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചു വരാം. എന്റെ നാമനിമിത്തം അനേകർ നിങ്ങളെ പഴയ്ക്കും. ഇതെന്തുകൊണ്ടാണ് എല്ലാവർക്കും നമ്മളോട് വെറുപ്പുണ്ടാവുന്നത്? നമ്മൾ അവരുടെ പാപത്തിന് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടാവുന്നത്. അങ്ങനെ വെറുപ്പുണ്ടാവുന്നത് എന്ത് ചെയ്യണം? നമ്മളെ ദൈവമക്കളെ ഒരാൾ വന്ന ഒരു കാര്യത്തിന് ക്ഷണിക്കുമോ? നമ്മൾ എടുത്ത പോയി പറയാം ഞാൻ വരത്തില്ല. അല്ലെങ്കിൽ തലയാട്ടുമോ? ഓക്കെ എന്നാ ഓക്കെ, നമ്മൾ പോകില്ല. അപ്പൊ അവർക്കൊന്നുണ്ടാവും. ഇയാളെ വിളിച്ചിട്ട് വന്നില്ലല്ലോ, അപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കുക. പിന്നെ ചോദിക്കുക, അതെനിക്ക് വരാൻ പറ്റത്തില്ല, എന്റെ വ്യവസ്ഥ ശരിയാവട്ടെ. അയക്കെന്നുണ്ടാവും, സ്നേഹം തോന്നും, ദേഷ്യം ഉണ്ടാവും.
അയ്യോ എല്ലാം സ്നേഹമാണെന്ന് പറഞ്ഞ് ഞാൻ കാണുന്നിടത്ത് കേടുന്നിടത്ത് എല്ലാം കയറി നടന്നു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കൂ? ദൈവത്തിന് ഇഷ്ടപ്പെടുവോ? സ്തോത്രം. ഇവിടെ സ്തോത്രം. പണ്ട് ഷാലിയാന്റെ വരുവാൻ അവര് ലാബ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ തലേന്ന് വിളിച്ചിട്ട് പറയും, പാസ്റ്റർ ഒന്ന് വരണം, പ്രാർത്ഥിക്കണമെന്ന് പറയും. സ്തോത്രം. പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ആദ്യം ഓർത്ത് എന്തോന്നറിയാം, അവരുടെ ഭർത്താവ് രക്ഷിക്കപ്പെടാത്തതുകൊണ്ട് നാളെ ചിലപ്പം അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ എടുത്തു ചോദിക്കും, നാളെ വല്ല ചടങ്ങ് പോലെ ഉള്ളവരുണ്ടോ? ഇല്ല, നാളെ ഒന്നും ഇല്ല. അത് സ്തോത്രം മെമ്പറോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നാളെ മുറിക്കുകയോ വല്ലതും ചെയ്യത്തുള്ളൂ, അല്ല വേറെ പരിപാടിയൊന്നും ഇല്ല. തലേന്ന് പോയി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. പാസ്റ്ററിനെ പുള്ളിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം പ്രാർത്ഥിക്കും. പിറ്റേന്ന് രാവിലെ ഷാലിയാന്റെ ഉൾപ്പെടെ കുറിയെല്ലാം തൊട്ട് ടയളോടൊക്കെ എന്നിട്ട് നീ വിളക്ക് കത്തിക്കാൻ പോകും. വിളക്ക് കത്തിച്ചത് ഓപ്പൺ ആക്കാൻ പോകും. അങ്ങനെ കത്തിച്ചതെല്ലാം കൂട്ടി. സ്തോത്രം. പാസ്റ്റർമാരെ തലേന്ന് കളിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ട് ഈ വിളക്ക് കത്തിച്ച് പരിപാടി തുടങ്ങിയതല്ല എന്ത് ചെയ്തു? കൂട്ടി. ഇപ്പൊ ചില പാസ്റ്റർമാരെ വിളിച്ചിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്, അവര് ചെല്ലുന്നുണ്ട് വിളക്ക് കത്തിക്കാൻ കൂടെ. സ്തോത്രം. പക്ഷേ കുടുംബജീവിതം എല്ലാം തകർന്നു പോയി. ഭർത്താവ് ഒരു വഴിക്ക് പോയി, മക്കൾ ഒരു വഴിക്ക് പോയി, വല്ലാത്ത ലെവലിയായി. കാര്യം എന്തുവാ? ദൈവത്തെ അറിഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറയാം, സത്യവചനത്തെ അറിഞ്ഞിട്ട് വചനത്തെ അറിയാതെ നീ ജീവിച്ച ദൈവം പിടിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവത്തില്ല. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവത്തില്ല. ദൈവത്തെ അറിഞ്ഞിട്ട് നീ അറിയാതെ ദൈവത്തെ കളഞ്ഞിട്ട് പോയാൽ പിന്നെ നീ പോയിട്ട് ഏതെല്ലാം പാസ്റ്റർ രീതി ഇരുന്നിട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതി നീ പോയാൽ ദൈവം നിന്നെ പിടിക്കും, നിന്റെ തലമുറയെ പിടിക്കും, നിന്റെ കുടുംബത്തെ പിടിക്കും. ഒരിക്കലും നിന്റെ കുടുംബത്തെ തലമുറ എന്ത് ചെയ്തില്ല? വിടത്തില്ല. ഇപ്പൊ വട്ടപൂജ്യത്തിലാക്കി. ഏത് ലെവലിൽ നിന്നാണ് വട്ടപൂജ്യത്തിൽ കൊണ്ടുവന്നത്? കാര്യം എന്തുവാ? ദൈവത്തെ കളിപ്പിച്ച ദൈവം വിടുവോ? ദൈവം വിടുവോ? വിളക്ക് കത്തിക്കുന്ന നമുക്ക് വ്യവസ്ഥയില്ല. വിളക്ക് കത്തിച്ച് ഐശ്വര്യം എന്ന് പറഞ്ഞ വിളക്കില്ല. നീ ഒരു റിബൺ മേടിച്ച് കട്ട് ചെയ്ത് കയറ്, പ്രാർത്ഥിച്ച് കയറ്, ദൈവം അനുഗ്രഹിക്കും. ഇത് ഓരോരുത്തരും പഞ്ചായത്ത് മെമ്പർ ഒരു വിളക്ക് കത്തിക്കുന്നു, അപ്പുറത്തെ ഷാലിയാന്റെ വിളക്ക് കത്തിക്കുന്നു, അപ്പുറത്തെ ഭർത്താവ് വിളക്ക് കത്തിക്കുന്നു, അപ്പുറത്തെ അടുത്തവര് വന്ന് വിളക്ക് കത്തിക്കുന്നു. 10 തിരിയുണ്ടെങ്കിൽ 10 തിരിയും കത്തിച്ചാ കയറുന്നത്. ഐശ്വര്യമാണ്. ഇന്ന് ഐശ്വര്യമായിട്ടുള്ള പലതും കൂട്ടി. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം മക്കളെ. ദൈവം അനുഗ്രഹിക്കണം. എന്ത് ചെയ്യണം? സത്യത്തെ അറിഞ്ഞിട്ട് നീ സത്യം വിട്ടു പോയാൽ ദൈവം തന്നെ അനുഗ്രഹിക്കൂ. അത് അംഗീകരിക്കുന്ന കുറെ പേരുണ്ട്. ഞാൻ അംഗീകരിക്കത്തില്ല, ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല. സ്തോത്രം. ഞാൻ അതിനകത്ത് യൂട്യൂബിനകത്ത് നോക്കിയ ഒരു വലിയ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്ത് പറഞ്ഞ് വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. ആരാ പറഞ്ഞത്? ഗണേഷ് കുമാർ പറഞ്ഞു കത്തിക്കാൻ പറഞ്ഞു. ഞാൻ കത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങളെ പാസ്റ്റർ പൊട്ടനാന്ന് പറഞ്ഞു. പൊട്ടനായിക്കോട്ടെ, ഞങ്ങൾ കത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. അവര് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയി. അവർക്ക് ഒരു കുഴപ്പമില്ല. കാര്യം എന്തുവാ? അവർ വിശ്വാസം വിട്ട് അവരുടെ ജോലിക്കകത്ത് അവർ നിന്നില്ല. അവർക്ക് ജോലികളായിട്ട് കൂടുതൽ എന്ത് ചെയ്തു? അവർ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തു. പരസ്യമായിട്ട് ഒറ്റ പ്രസംഗം പുള്ളി പ്രസംഗിച്ചുള്ളൂ. പുറമെ അങ്ങോട്ട് കമന്റുകളും ചീത്തവളയും കേട്ടപ്പോൾ പുള്ളി പരിപാടി നിർത്തി. ഇപ്പം പുള്ളി സൂപ്പിയാണ്. സ്തോത്രം. പുള്ളിയോട് ചോദിച്ചു, നിനക്ക് അറിയാമോ പെന്തിക്കോസ്തുകാരൻ ആരാന്ന് നിനക്ക് അറിയാമോ? അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ആ പിള്ളേർ അങ്ങോട്ട് ഇന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേ പരിപാടി നിർത്തി. ഇയാൾ ഓർത്ത് ഈ വിശ്വാസത്തിനകത്ത് ചൊരണ്ട. കാര്യം എന്തോ? ഇന്ന പാസ്റ്റർ എന്റെ കൂട്ടുകാരനില്ലയോ, ആ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് കത്തിക്കാൻ, പിന്നെന്താ എനിക്ക് പറയാൻ തുടങ്ങിയപ്പോ വചനമെടുത്ത് അങ്ങോട്ട് തുടങ്ങിയപ്പോഴേ അവന്റെ പരിപാടി നിർത്തി. അവന് മനസ്സിലായി അടുത്ത ക്രിസ്ത്യൻസ് വോട്ട് മൊത്തം എന്ത് ചെയ്യും? പോവും. സ്തോത്രം. ഇത് പറയാൻ ചങ്കൂറ്റമുള്ള ഒരുപാട് പേര് കിടപ്പുണ്ട്. അവരെഴുന്നേക്കും. അവരെ തട്ടി മുട്ടല്ലേ, അവര് മിണ്ടാതിരിക്കുന്നെന്ന് പറഞ്ഞ് അവർക്ക് കഴിവില്ലെന്ന് ഓർക്കല്ലേ, അവരെഴുന്നേക്കും. അതുകൊണ്ടാ പറഞ്ഞേ, വ്യവസ്ഥ അനുസരിച്ചുള്ള കാര്യമേ എന്ത് ചെയ്യാവും? ചെയ്യാവും. വ്യവസ്ഥ പ്രകാരമുള്ള കൂട്ടുകെട്ട്, ബന്ധങ്ങൾ. എനിക്ക് ബന്ധങ്ങളുണ്ട്, പക്ഷെ എല്ലാത്തിനും ഞാൻ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതിന് അപ്പുറത്തോട്ട് എന്ത് ചെയ്തില്ല, ആ ബന്ധം കൊണ്ടുപോകത്തില്ല. കാര്യം എനിക്ക് അതിലും അപ്പുറത്ത് ആരുമായിട്ടുള്ള ബന്ധമാണ്. എന്റെ കുടുംബജീവിതത്തിനകത്ത് പോലും എനിക്ക് ക്രിസ്തുവിനെ കഴിഞ്ഞിട്ടുള്ള ഒരു കുടുംബജീവിതം വേണ്ട. എനിക്ക് ക്രിസ്തു മതി. ക്രിസ്തുവിനെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്, കർത്താവിനെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനകത്ത് കിട്ടുന്ന സമാധാനം, സന്തോഷം എനിക്ക് മതി. മറ്റുള്ളവൻ എന്തു പറയും, മറ്റുള്ളവരെന്ത് പറയുന്നൊന്നും നോക്കത്തില്ല. ആരെ നോക്കത്തുള്ളൂ? ക്രിസ്തുവിനെ. ഞാൻ ദൈവത്തിനെ അടിമയാവും. എന്നെ വിളിച്ച ദൈവമാ, തെരഞ്ഞെടുത്ത ദൈവമാ, എന്നെ പോറ്റുന്ന ദൈവമാ. അപ്പോൾ ആർക്കാ മുഖ്യസ്ഥാനം കൊടുക്കേണ്ടത്? ദൈവത്തിനാണ്. സ്തോത്രം. നിങ്ങളെ തള്ളി പറയുന്നതിന്റെ കാര്യം എന്തുവാ? നിങ്ങൾ ജീവിക്കുന്ന ക്രിസ്തുവിനെ സേവിക്കുന്നത് കൊണ്ടാ.
നിങ്ങളെ തള്ളിപ്പറയുന്നത്. അടുത്തത് ഈ വചനമെല്ലാം അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. നമ്മൾ ഓർക്കത്തില്ലയോ അതെന്താ ചെയ്താൽ ചോദിക്കുമ്പോഴേ ഈ വചനമെല്ലാം അങ്ങോട്ട് ഓർമ്മ വെക്കണം. ഓർമ്മ വെച്ചാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, നമ്മൾ പോത്തില്ല, നമ്മൾ അങ്ങ് പിന്മാറും. അടുത്തത് എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ കഷ്ടകാലം ആകും. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. ഞാൻ തിരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. അക്കാരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയെന്നോ അത് അവിടെയെന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്. സ്തോത്രം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വന്ന് എഴുന്നേക്കും. ആരാ? യേശു എന്ന് പറയും. അവിടെ യേശുണ്ട്, ഇവിടെ യേശുണ്ട്, പലതും പറയും. നിങ്ങൾ എന്ത് ചെയ്യലേ? വഴി തെറ്റിപ്പോകല്ലേ. നമ്മൾ എന്തിനാ സഭയ്ക്കകത്ത് വരുന്നത്? ദൈവസ്ഥലി വന്ന എന്തിനു വേണ്ടിയാണ്? നമുക്ക് വീട് കിട്ടാൻ വേണ്ടിയാണോ? കാറ് കിട്ടാൻ വേണ്ടിയാണോ? ജോലി കിട്ടാൻ വേണ്ടിയാണോ? സമ്പത്ത് കിട്ടാൻ വേണ്ടിയാണോ? എന്തിനാ വന്നത് നമ്മൾ? എന്തിനാ വന്നത്? മെയിൻ കാര്യം പറയണം. എന്തിനാ വന്നത്? നിത്യത അവകാശമാക്കുക, പ്രത്യാശ അവകാശമാക്കുക. അതിന്റെ ബാക്കിയിൽക്കകത്ത് എന്തൊക്കെ നടക്കും? ബാക്കിയുള്ള എല്ലാം. എനിക്ക് ബൈബിളിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളും അബ്രഹാം പിതാവ്. എനിക്ക് എത്ര അബ്രഹാം പിതാവിനെ കുറിച്ച് പറഞ്ഞാലും പ്രസംഗിച്ചാലും തീരത്തില്ല. കാര്യം, അബ്രഹാം പിതാവിന് ദൂത് ദൈവം കൊടുത്തു. അടുത്തത് അബ്രഹാം പിതാവിനെ വെളിപ്പെടുമ്പോഴേ കർത്താവിന് മറ്റേ ദൂതി കിട്ടിയില്ലല്ലോ. നമ്മളാണ് ഈ പറയും, 100% നമ്മൾ പറയും. അന്ന് കർത്താവ് വെളിപ്പെട്ടിട്ട് പോയിട്ട് കർത്താവ് ഒരു 6 മാസം കഴിഞ്ഞ് വെളിപ്പെടുമ്പോഴേ മറ്റേത് കിട്ടിയില്ല ഇതുവരെ. നമ്മൾ ചോദിക്കത്തില്ലേ? ചോദിക്കത്തില്ലെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാ. ചോദിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാ എന്താവുന്നു മിണ്ടാത്ത, എന്താവുന്നു കേൾക്കാത്ത. ഇത് തന്നെ ചോദിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാ. കർത്താവ് പുറത്ത് വെളിപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ. കർത്താവ് കേട്ടോണ്ടിരിക്കുവതല്ല. കർത്താവ് കേട്ടോണ്ടിരിക്കുക, അടുത്തിരിപ്പുണ്ട്, കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ പുറകുറുക്കുന്നതല്ല. ആര് കേൾക്കുന്നുണ്ട്? കഷ്ടം അങ്ങോട്ട് വരുമ്പോഴേ പുറകുറുക്ക് നടക്കും. അപ്പോഴേ കർത്താവിന്റെ അടുത്ത് അബ്രഹാം പിതാവ് ഒരു സ്ഥലത്ത് പോലും ഇരിക്കണമെന്നില്ല. ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല പുള്ളിക്കാരൻ കർത്താവ് നക്ഷത്രം പോലെ തരുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേ? സ്തോത്രം, സ്തോത്രം. കർത്താവ് പറയാ കിട്ടണ്ട. കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? തരുന്നെങ്കിൽ തന്നാ മതി. അതൊന്നുമല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്റെ ദൈവമായിട്ട് ഞാൻ സംസാരിക്കുന്നു. എന്റെ ദൈവത്തെ സൽക്കരിക്കുന്നതാ, എന്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതാ, എന്റെ ദൈവത്തെ സ്തുതിക്കുന്നതാ, ദൈവത്തെ ആരാധിക്കുന്നതാ, ദൈവവചനപ്രകാരം ഞാൻ മാർവിട്ട് ജീവിക്കുന്നതാ എനിക്ക് പ്രാധാന്യം എന്നാരും പറയുന്നത്. അബ്രഹാം പിതാവ് പറഞ്ഞു. ആ വ്യക്തിയെ പിന്നെ പിതാവെന്നല്ല, അതിന്റെ അപ്പുറത്തെ സ്ഥാനത്ത് ദൈവം കൊണ്ടിരുത്തത്തില്ലയോ. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ കോളത്തിനകത്ത് നമ്മുടെ വിശ്വാസ പിതാവെന്ന് ആർക്ക് പേര് വന്നത്? അബ്രഹാം പിതാവിന് വന്നത്. സ്വന്തം മകനെ പോലെ യാഗം കഴിക്കാൻ പറഞ്ഞിട്ട് പോലും മടുപ്പില്ല ദൈവത്തോട്, മുറുറുപ്പില്ല. ഈ വയസ്സാം കാലത്ത് 100-ാം വയസ്സിൽ എനിക്കൊരു മകനെ തന്നിട്ട് അതിനെയോട് കൊല്ലാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 100 വയസ്സ് കഴിഞ്ഞു തന്നുടനെ കൊല്ലാനല്ല. അവൻ വളർന്നു, ബാലൻ വളർന്നു, അവന് ചുവടുകെടുക്കാനുള്ള കഴിവുണ്ടായി, 10-16 വയസ്സോളമായി. അവനെ വളർത്തിട്ട് പറയാവരെ കൊല്ലാൻ പറഞ്ഞാൽ ഈ 116-ാം വയസ്സിതാ എന്റെ മോനെ ഇപ്പൊ കൊല്ലണോ? അവിടെ പുറൂറുപ്പില്ല. അവിടെ ഭാര്യയോട് പോയി ഉപദേശം ചോദിച്ചില്ല. നമ്മളെല്ലാം ഏറ്റവും ഒരു പ്രശ്നമുണ്ട്. എന്തുവാ? ദൈവീയ കാര്യത്തിനകത്ത് ഉപദേശം ചോദിക്കാൻ പോകും. അത് ആപത്താ ദൈവമക്കളെ, ഞാൻ ഉറപ്പായിട്ട് പറയാം. ദൈവം നമ്മൾ പാർശ്വണ്ടിരിക്കുമ്പോൾ വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ ആ വെളിപ്പാടിനെ മുറുകി പിടിച്ചു പോകണം. അതിനകത്ത് വേറൊരാൾ ഉപദേശം കൊണ്ട് വെക്കൽ, വേറൊരു ഉപദേശം കൊണ്ട് വെക്കൽ. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിനകത്ത് അനനിയാസിനെ കാണിക്കുന്നു. ഭാര്യയും ഭർത്താവും തീരുമാനമെടുത്തതാ. ഇറ്റ് കഴിഞ്ഞപ്പോഴാണ് 2 പേർ തീരുമാനവും എന്ത് ചെയ്തേ?
സ്തോത്രം, ഒരേപോലെ അത്യാഗ്രഹത്തിലേക്ക് വന്നു. എന്തിനാ ഇത്രയെല്ലാം കൊണ്ട് കൊടുക്കുന്നത്? അന്ന് അതിൽ ഒരാൾ പറയണം, കൊടുക്കണം കൊടുക്കണം, നമ്മളോട് കൊടുക്കാൻ പറഞ്ഞ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ വിറ്റ്, നമ്മളോട് പറഞ്ഞതല്ല, നമ്മളായിട്ട് ചെയ്യാൻ പോവുക, ചെയ്യണം പറഞ്ഞോ. രണ്ടുപേരുടെ മനസ്സൊന്നായി. അപ്പൊ പാപം ചെയ്യാൻ രണ്ടുപേരുടെ മനസ്സൊന്നാവും. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം പറയുന്നു, രണ്ടുപേർ ഐക്യമതപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടെ മറുപടി ഉണ്ട്. അപ്പോൾ രണ്ടുപേരെ ഐക്യമപ്പെടാൻ പാടാ. പാപം ചെയ്യാൻ രണ്ടുപേരെ ഐക്യതപ്പെടും. പക്ഷേ പാപത്തിന്റെ മാറി വിശുദ്ധിയോട് പോകാൻ രണ്ടുപേരും എന്ത് ചെയ്യത്തില്ല, ഐക്യപ്പെടത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, രണ്ടുപേര് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന രണ്ടുപേരുണ്ട്. എങ്ങനെങ്കിലും പിശാച് നോക്കുന്ന ഈ പ്രാർത്ഥന മുടക്കാൻ വേണ്ട. നമ്മള് പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം, ഓരോ ദിവസവും തീരുമാനമെടുത്ത് നമ്മൾ അങ്ങോട്ട് ഇരുന്ന് നോക്ക്. പിശാച് പല തടസ്സങ്ങൾ കൊണ്ടുവരും. ഒന്ന് ശരീര വേദന കൊണ്ടുവരും, അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് വിഷയം കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തിക വിഷയങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ നമുക്ക് തിരക്ക് കൊണ്ടുവരും. ഇതിന്റെ എല്ലാ കാരണം എന്തുവാ? പിശാച് അറിയാം, ഇവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് ഇറങ്ങും, ഇവന്റെ മേൽ പരിശുദ്ധാത്മാവ് വെളുക്കും. പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം കേൾക്കാതിരിക്കത്തില്ല, യേശു കേൾക്കും, യേശു മറുപടി അയക്കും. ആർക്കറിയാം? പിശാചിനെ അറിയാം. അതിനെ ബ്ലോക്ക് ചെയ്യാൻ ആര് നോക്കുന്നത്? പിശാച് നോക്കുന്നത്. സ്തോത്രം. ഇപ്പോഴും മനസ്സിലാക്കിക്കോണം ദൈവമക്കളെ. പ്രൈസലോ, ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും നമ്മളെ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? യേശു ക്രിസ്തുവിനെ മാത്രമേ കഴിയത്തുള്ളൂ. നമ്മൾ ആ വാക്യങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചോണം. രണ്ടുപേർ ഒന്നിച്ചു കൂടിയാൽ വിടുതൽ നടക്കും. രണ്ടുപേർ ഒന്നിച്ചു കൂടിയാൽ പാപം ഉണ്ടാവും. പാപത്തെ ജയിക്കുവാണെങ്കിൽ ആത്മീയ വിടുതൽ ഉണ്ടാവണം. വിടുതൽ ഉണ്ടാവണമെങ്കിൽ ആരുമായിട്ട് ബന്ധം ഉണ്ടാവണം. രണ്ടുപേർ ഒരേ രീതിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, ഒരേ മനസ്സോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. അതുകൊണ്ട് ഭാര്യ ഭർത്താവ് രണ്ടല്ല ഒന്നെന്ന് പറയുന്ന ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം അതാ. കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഭർത്താവിന് കൊടുക്കുന്ന അനുഗ്രഹം ഭാര്യയ്ക്കുള്ളതാ, ഭാര്യയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹം ആർക്കുള്ളതാ? ഭർത്താവിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അവിടെ പോലും പ്രാർത്ഥന നടക്കുന്നില്ല. അവിടെ പോലും എന്ത് ചെയ്യുക? ഈഗോ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പിച്ചപ്പോ പറഞ്ഞു ആര് തെറ്റിച്ചോണ്ടിരിക്കുക? പിശാച് തെറ്റിക്കുക. എന്നിട്ട് പലർക്കും എന്ത് ചെയ്യുന്നില്ല? പിശാചിന്റെ തന്ത്രങ്ങളെ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയാൻ പറ്റുന്നു. അവിടെ പൗലോസ് എഫെസ്യർ ലേഖനത്തിനകത്ത് 6-ാം അധ്യായത്തിനകത്ത് പറഞ്ഞ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയുന്നവരാ നിങ്ങൾ. അതിനെ ജയിക്കണം. അതിന് ദൈവത്തിന്റെ സർവ്വായുധം ധരിക്കണം. അതിനെ പോരാടണം. അതൊരു പോരാട്ടമാണ്. അതിനെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവ്വായുധം ധരിക്കണം. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു കവചം, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു അഭിഷേകം പ്രാപിച്ച ദൈവമൈതലേ, നിന്നെ തെറ്റിക്കുവാൻ ആർക്ക് കഴിയത്തില്ല? പിശാചിന് കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് കുറ്റബോധം വരും. പാപം വരുമ്പോൾ എന്ത് വരും? കുറ്റബോധം വരും. പാപചിന്തകൾ വരുമ്പോൾ കുറ്റബോധം വരും. നിനക്ക് ചെയ്യാൻ തോന്നത്തില്ല, ധൈര്യം ഉണ്ടാവത്തില്ല. അവിടെ നിന്റെ ധൈര്യങ്ങളെല്ലാം ആര് ശേഷിപ്പിക്കും? പരിശുദ്ധാത്മാവ്. അത് നിനക്ക് അനുഗ്രഹം. അതും വകവെക്കാതെ പോയി കഴിഞ്ഞാൽ നീ ആർക്കുള്ളതല്ല? ദൈവത്തിനുള്ളതല്ല. സ്തോത്രം. ഒരു സങ്കീർത്തനം ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് സ്തോത്രം അല്ലെങ്കിൽ ഒരു പശ്ചാത്താപ വചനത്തിലേക്കൊന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. 120-ാം സങ്കീർത്തനം ഒന്ന് വായിക്കാം. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു. ഞാൻ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവിൽ ഇത്രയും നേരം സംസാരിച്ചതിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ പറയുക, എന്റെ കഷ്ടതയിൽ ഞാൻ ആരോട് നിലവിളിക്കേണ്ടത്? എന്റെ ദൈവത്തോടാണ് നിലവിളിക്കേണ്ടത്, യഹോവയോട് ദൈവം നിലവിളിക്കേണ്ടത്. എന്റെ വീണ്ടെടുത്ത് എന്റെ യേശുവിനോടാണ് ഞാൻ നിലവിളിക്കേണ്ടത്. എന്റെ കഷ്ടത വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഞാൻ യേശുവിന് മാറി നിന്ന് പുറപ്പെടുക്കുവാനല്ല, കഷ്ടവും പ്രതികൂലങ്ങളും കൂടുന്നതനുസരിച്ച് ഞാൻ ആരോടാണ് നിലവിളിക്കേണ്ടത്? എന്റെ ദൈവത്തോടാണ് നിലവിളിക്കേണ്ടത്. നമ്മൾ കഷ്ടതകളും പ്രയാസങ്ങളും കൂടുമ്പോൾ നമ്മൾ മനുഷ്യനെ ആശ്രയിക്കും, ദൈവത്തിലല്ല ആശ്രയിക്കുന്നത്. കൂടുതൽ ആരെ ആശ്രയിക്കുന്നത്? മനുഷ്യനെ ആശ്രയിക്കും. ആ മനുഷ്യന്റെ ചില ഉപദേശത്തിനകത്ത് നോക്കും. ആ ഉപദേശം ഒരിക്കലും ആർക്കും ഇഷ്ടപ്പെടത്തില്ല, കർത്താവിന് ഇഷ്ടപ്പെടത്തില്ല. കർത്താവ് എല്ലാ ദൈവമക്കൾക്കും ഒരു സ്തോത്രം അല്ലയോ ഒരു പ്ലാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ആ പ്ലാൻ പ്രകാരമേ ദൈവമക്കൾ വരാവുന്ന ആര് വെച്ചേക്കുന്നത്? കർത്താവ് വെച്ചേക്കുന്നത്. അപ്പൊ ആ പ്ലാനിനെ മാറ്റി മാനുഷിക പ്ലാനിൽ കൂടെ, ശത്രു പറയുന്ന പ്ലാനിൽ കൂടെ നീ പോയാൽ ദൈവത്തിന്റെ വാഗ്ദത്തവും ദൂതും നന്മയും ആർക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല? നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ നേരത്തെ നമ്മൾ വായിച്ച വചനത്തിനകത്ത് പറയുന്നു, നിങ്ങളെ തെറ്റിക്കുവാൻ സ്തോത്രം അനേകം പ്രവാചകന്മാർ മാത്രമല്ല, യേശു എന്ന് പറഞ്ഞവരെ വരും.
സ്തോത്രം. ആൾ കൂടുന്നതോ കുറയുന്നതോ അല്ല വിഷയം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന വിഷയം. കർത്താവ് ആ വചനത്തിനകത്ത് മർക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിന്റെ മുന്നുള്ള വാക്യത്തിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യും? അത്ഭുതം അടയാളവും ചെയ്യും, രോഗസൗഖ്യങ്ങൾ ചെയ്യും, വലിയ പ്രവൃത്തികളെല്ലാം കാണിക്കും. പക്ഷെ അതിനകത്തൊന്നും എന്ത് ചെയ്യല്ലേ? വീണ് പോകല്ലേ. രോഗസൗഖ്യമല്ല യേശുവിനെ അറിയാൻ, യേശുവിന് വേണ്ടി ജീവിക്കാനാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. രോഗസൗഖ്യം തരുന്നതും തരാത്തയല്ല വിഷയം. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നതാ? യേശുവിനെ വേണ്ടി ജീവിക്കുന്ന, നിത്യതയ്ക്ക് വേണ്ടി പോകുന്നതാ. ഈ ലോകത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ അതിനോടൊപ്പം നമ്മളോടൊപ്പം ജനിക്കുന്ന ഒരു കാര്യമാണ് മരണം. ഏത് സമയത്തും അത് സംഭവിക്കാം. ഏത് സമയത്തും അതിനെ നേരിട്ടേ പറ്റൂ, അത് അനുഭവിച്ചേ പറ്റൂ. അത് അനുഭവിക്കാതെ ആർക്കും പോകാൻ പറ്റത്തില്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞ് നീ എവിടെ പോകും? 3-ാം നാള് എടുക്കപ്പെടുമ്പോൾ, കർത്താവിന്റെ നാമത്തിൽ നീ എടുക്കപ്പെടുമ്പോൾ നീ എവിടെ പോകണം? പോകണം. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആയുസ് തന്ന കാലം നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണം? കർത്താവിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ആ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? കർത്താവിന്റെ വചനത്തിനകത്ത്, സങ്കീർത്തന പുസ്തകത്തിനകത്ത് പറയുന്നു, കഷ്ടം വരുമ്പോൾ നീ ദൈവത്തിൽ നിന്ന് മാറിപ്പോവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഷ്ടം വരുമ്പോൾ അതേപോലെ ഇന്ന് സ്തോത്രം, ഇന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ടു. പ്രിയ പൈതൽ പറഞ്ഞ വചനഭാഗത്തിനകത്ത്, സങ്കീർത്തനകത്ത് പറയുന്നു, നിങ്ങൾ തല കുനിയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, തല ഉയർത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ തലയെ കുനിച്ചു നിർത്താനല്ല, മാനിക്കപ്പെടുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ദേശത്തൊരു നിന്ദാപാത്രമായി, പരിഹാസപാത്രമായി മറ്റുള്ളവർക്ക് ചിരിക്കുവാനും മറ്റുള്ളവർക്ക് കളി പറയുവാനും അപമാനിക്കുവാനും ഒരു വസ്തുവായിട്ട് അല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം ദേശത്ത് നിന്നെ അനുഗ്രഹിക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം നിനക്ക് ജീവിതത്തിനകത്ത് മാറ്റം തരുവാനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ കഷ്ടം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും പറയണം, എന്റെ ദൈവം എന്നെ ഇങ്ങനെ വിട്ടുകളയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഉറപ്പായിട്ട് വിളിച്ച് പറയാം. ഒരു പ്രാർത്ഥന പറയുക. കഷ്ടം കൂടുമ്പോൾ ദൈവസ്ഥനിരുന്ന് പ്രാർത്ഥിക്കണം. എന്റെ കർത്താവ് ഒരിക്കലും എന്നെ എന്ത് ചെയ്യത്തില്ല, ഈ കഷ്ടത്തിൽ തള്ളിയിട്ട് ഈ കഷ്ടം എന്നെ ഒരിക്കലും മൂടുവാൻ ആരും സമ്മതിക്കത്തില്ല. എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഈ കഷ്ടത്തെ മൂടിക്കളഞ്ഞ് ഞാൻ പുറത്തു വരും. ആരെന്നെ പുറത്തു കൊണ്ടുവരും? എന്റെ യേശു എന്നെ പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ഇതിന്റെ തല ഉയർത്തുന്നവനാ ദൈവം, തല കുനിക്കുന്നവനല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളെ ദൈവം എന്തിനാ വിളിച്ചേ? തല ഉയർത്തി നിൽക്കുവാനാണ്, വാഗ്ദത്തം പ്രാപിക്കുവാനാ, ദൂത് പ്രാപിക്കുവാനാ, നന്മ പ്രാപിക്കുവാനാ. അവിടെ എന്തിനല്ല? നിന്നെ തകർത്ത് തല കുനിക്കാനല്ല. അപ്പൊ ഈ നിന്ന പരിഹാസം, അവമാനം കുടുംബത്തിൽ നിന്നെല്ലാം വരും. കുടുംബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നത്, ഭവനത്തിൽ നിന്ന് ഏറ്റവും വരുന്നത്, നമ്മളെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഏറ്റവും വരുന്നത്. അവിടെ നമ്മൾ തളർന്നു പോവല്ലേ? സ്തോത്രം. അങ്ങനെ ഏറ്റവും കൂടുതൽ കുടുംബത്തിനകത്തുനിന്ന് അനുഭവിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അനുഭവിച്ച വ്യക്തിയാണ്. എന്റെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞവരെല്ലാം എന്നെ തട്ടിക്കളഞ്ഞു. സ്തോത്രം. എന്റെ ഭവനത്തിനകത്ത് എന്റെ ചാർച്ചക്കാർ, ബന്ധുക്കൾ എല്ലാം പെന്തിക്കോസുകാരാ, പ്രാർത്ഥനക്കാരാ. പക്ഷെ ഇവരൊന്നും അല്ല എന്നെ താങ്ങിയത്, എന്നെ ബലപ്പെടുത്തിയത്, എന്റെ കൂടെ നിന്നത്. അവിടെ എല്ലാം എന്റെ കൂടെ നിന്ന് ആരാ? നസ്രനായ യേശു ഭജന. പിന്നെ ഞാൻ ഇവരെ മൈൻഡ് ചെയ്യാൻ പോവോ? ഇവര് പറയുന്ന വാക്ക് കേൾക്കാൻ പോവോ? ഇവർക്ക് കീഴ്പ്പെടാൻ പോവോ? ഇവര് പുതിയ പ്ലാനും പദ്ധതിയായിട്ട് വരുമ്പോൾ ഞാൻ അതിനകത്ത് വീഴുവോ? ഒരുപാട് പ്ലാനും പദ്ധതി വീണതാ. അതിനകത്തൊന്നല്ല ജയിച്ച് എന്റെ ദൈവം എന്നെ കൊണ്ടുവന്ന് നിർത്തി എന്നെ മാനിക്കാൻ പോവും. പിന്നെ അവർ വിളിച്ചെന്നെ പോവോ? ഞാൻ കഴിഞ്ഞ ദിവസത്തിനകത്ത് ഒരു സാക്ഷിയോട് ഞാൻ പറയാം, ദൈവമക്കളെ, ഞാൻ ദൈവസന്നിധി വന്ന സമയത്ത് ചില കുടുംബമായി അല്ലെങ്കിൽ ചില വ്യക്തികളുമായി, എനിക്ക് അകത്തുള്ള വ്യക്തികളാണ്, ബന്ധങ്ങളിലുള്ള വ്യക്തികളാണ്. ഇവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവെ, അവര് വിളിച്ചായിരുന്നെങ്കിൽ, അവര് പോകുമ്പോ എന്നെ ഒന്ന് കൊണ്ടുപോയായിരുന്നെങ്കിൽ, അവരുടെ കൂടെ കുറച്ചു നേരം ഒന്ന് പോയി ഇരുന്നായിരുന്നെങ്കിൽ, അവരുടെ കൂടെ കുറച്ചു നേരം സംസാരിച്ചായിരുന്നെങ്കിലും. അവർ ആത്മീയരാ എന്നാ എന്റെ ധാരണ, മനസ്സിലായല്ലോ. അവരുടെ ദേശത്ത് മൊത്തം അറിയുന്ന അവരാ രീതിയിലാണ്. അപ്പൊ എന്റെ ധാരണ മൊത്തം ഇതാ, ഇവരുടെ കൂടെ എനിക്ക് വേറെ കൂട്ടുകെട്ടിനോടൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഇവരോടൊപ്പം നടക്കണം, ഇവരുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ് നടക്കണം. എവിടെ ചെന്നാലും ഇവർക്കൊരു വിലയുണ്ട്. ആ വിലക്കകത്ത് എനിക്കും അവരുടെ ബന്ധു എന്ന് അറിയണം. ഇങ്ങനെല്ലാം ആഗ്രഹിച്ച സമയം അന്നല്ല ഇവരെന്തെങ്കിലും തെരുവ് നായ പോലെ ഓടിച്ചു വിടുവാൻ. ഇപ്പൊ സമയമല്ല കഴിയുമ്പോ ഇപ്പൊ എന്നെ വിളിക്കുക, ഒന്ന് വേടാ ഇവിടെ ഇച്ചിരി നേരം ഇവിടെ നിന്നിരിയടാ, എന്തുകൂടാ നീ അതിലേ പോകുന്നില്ലടാ, എന്റെ വീടിന്റെ പെട്ടിക്കൂടല്ലേ നീ പോകുന്നു, ഒന്ന് കേറടാ. അപ്പൊ എന്റെ അകത്തുനിന്ന് ഒരാൾ പോകണ്ട.
അപ്പൊ വേറൊരാൾ റെക്കമെൻഡ് ഒരു വിളിക്കുന്നുള്ള പ്രായമുള്ള ഒന്ന് ചെല്ലടാ. ഇപ്പോഴും എൻ്റെ അടുത്ത് വേണ്ട. പ്രൈസ്. കാര്യം എനിക്ക് അങ്ങനെ സെന്റിമെന്റ്സ് തോന്നില്ല. അവരോട് തോന്നിയ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ദൈവത്തെ സ്തുതിച്ചു. കാര്യം എന്തുവാ? ഞാൻ ആഗ്രഹിച്ചതുപോലെ സ്വത്രമാലവേ ഞാൻ ആഗ്രഹിച്ച ഒരു സമയത്ത് ദൈവം എനിക്കത് തന്നില്ല. അത് മാറ്റി നിർത്തി എന്നുകൊണ്ടാണ് എനിക്ക് എൻ്റെ യേശുവിനെ അനുഭവിക്കാൻ പറ്റിയത്. ചിലപ്പോൾ ഞാൻ ആഗ്രഹിച്ച പ്രകാരം അന്ന് എനിക്ക് അവരെ തന്നായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ യേശുവിനെ അറിയേണ്ട രീതി അറിയത്തില്ല. ഞാൻ ഒറ്റപ്പെട്ടപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ യേശുവിനെ അറിഞ്ഞത്. ഒറ്റപ്പെട്ടപ്പോൾ യേശുവിനെ അറിഞ്ഞത് കൊണ്ട് ഇനി എനിക്ക് ഒറ്റപ്പെടുന്ന അവസ്ഥ വന്നാൽ ഞാൻ ഭയപ്പെടത്തില്ല. കാര്യം എന്റെ കൂടെ എപ്പോഴും ആരുണ്ടെന്നാ? യേശു ഉണ്ട്. ഞാൻ എപ്പോഴും അവരെ സ്തുതിക്കും. അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ആരെ കിട്ടിയത്? യേശുവിനെ കിട്ടിയത്. എന്നെ അവർ ഒറ്റപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടത്തില്ല. ഒറ്റപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും അവരെ പോലെ ഒരു പാരമ്പര്യ ബന്ധുക്കുസാരനെ ആവത്തുള്ളായിരുന്നു. അവരെന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയപ്പോഴാ എനിക്ക് ആരെ മനസ്സിലാവാൻ പറ്റിയത്? യേശു എന്നതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് അവർ ചെല്ലുന്ന ചില സ്റ്റേജുകളിൽ എന്റെ സീറ്റ് വേറെ അപ്രൈസോ അത് അവരെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ് അവരെന്നെ അടുപ്പിക്കാൻ നോക്കുന്നത്. പക്ഷെ ഞാൻ അടുക്കത്തില്ല. കാര്യം എന്തുവാ? ഞാൻ മാനസികമായി എന്റെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ മാനസികമായി എന്റെ സ്വഭാവം കൊണ്ട് അടുപ്പിക്കാത്തല്ല. ദൈവം അടുപ്പിക്കാൻ തോന്നിപ്പിക്കുന്നില്ല. ദൈവം മാറ്റി നിർത്തിയേക്കും. ദൈവം മാറ്റി നിർത്തിയ കാര്യം എന്തുവാ? ദൈവം ചിലതെനിക്ക് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ചിലതിനോട് എനിക്ക് ചേരാൻ പറ്റത്തില്ല. അഡ്ജസ്റ്റ്മെന്റ് പറ്റത്തില്ല. പക്ഷെ ഞാൻ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നു. എന്ത് ചെയ്തേ? അഡ്ജസ്റ്റ്മെന്റ്. ഈ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരുമ്പോഴേ ഓർത്തോണം എന്തുവാ? ദൈവം നമ്മളെ കൂടെ ഇല്ല. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. നമ്മൾ തറച്ചു പറയുക നടക്കത്തില്ല. നടക്കും. ഈ രണ്ട് വാക്ക് നമ്മൾ ഉപയോഗിച്ച് നോക്ക്. അപ്പോഴേ ഓർത്തോണം ആര് നമ്മളെ കൂടെ ഉണ്ടെന്ന്. ദൈവം കൂടെ ഉണ്ട്. ദൈവം. അപ്പോൾ നമ്മളെ ചിലപ്പോൾ എതിരെ നിൽക്കുമെന്നും പറയാം അഹങ്കാരിയാന്ന് പറയും. കുഴപ്പമൊന്നുമില്ല. അവൻ വിളിച്ചോട്ട്. അവൻ അഹങ്കാരി, അതുകൊണ്ട് അവൻ വിളിക്കുന്നത് ഈ അഹങ്കാരി എന്ന് വിളിക്കുന്നു. അവൻ അങ്ങനെല്ലാം പറയും. അതൊന്നും കേട്ട് നമ്മളെ തല ഉരിയല്ലേ. നമ്മൾ ആരെ കണ്ടോണം? കർത്താവിനെ കണ്ട് ഓടിക്കോണം. ഓടുന്നുവെങ്കിൽ ആരനുഗ്രഹിക്കും? കഷ്ടകാലത്ത് ആരെ വിളിക്കണോന്നാ? ദൈവത്തെ വിളിക്കണം. കഷ്ടകാലത്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് വിട്ടുപോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് അടുത്ത് ചെല്ലുവാനാണ്. അടുത്ത് ചെല്ലുമ്പോൾ അടുത്തേക്ക് നമ്മളെ ചേർത്ത് പിടിപ്പിക്കുന്നത് ആര്? കർത്താവ്. ആ സങ്കീർത്തനത്തിന്റെ ബാക്കി വാക്യം ഒന്ന് വായിക്കാം. രണ്ടൊന്ന് വാക്യം വായിക്കാം. കണ്ടോ? വഞ്ചനയുള്ള ഒരു പ്രവർത്തിക്കാത്ത ആർക്ക് ഇഷ്ടമല്ല? ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പോൾ അതിനെയെല്ലാം തടുത്ത് നിർത്തും കർത്താവ്. അതൊന്നും നമ്മൾ അടുത്തോട്ട് വരത്തില്ല. കാര്യം എന്തോ? വ്യാജവും വഞ്ചനയും ഒന്നും നമ്മൾ അടുത്ത് വരത്തില്ല. കാര്യം ഇതിൽ നിന്നെല്ലാം പുറത്തു വന്നവരാ നമ്മൾ. പുറത്തു വന്നിട്ട് കർത്താവ് വീണ്ടും നമ്മളെ അതിനോട്ട് അടുപ്പിക്കൂ? ഒരിക്കലും ഇല്ല. അതിലേക്ക് അടുപ്പിക്കാനല്ല ആര് വിളിച്ചത്? കർത്താവ് നമ്മളെ വിളിച്ചത്. വഞ്ചന നമ്മളെ കൊണ്ട് പറ്റത്തില്ല. വഞ്ചിപ്പിക്കാൻ, ഒരാളെ വഞ്ചിക്കാനോ ഒരു വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കാനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെ വഞ്ചിപ്പിക്കാൻ സമ്മതിക്കത്തുമില്ല കർത്താവ്. ഒരാൾക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വഞ്ചിക്കാൻ പറ്റത്തുമില്ല. സ്തോത്രം. ഒരു വാക്യോട് വായിക്കാം. അതിന്റെ ഒരു ഭാഗോട് വായിക്കാം. സ്തോത്രം. 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. 2 തീമോഥെയോസ് 3:1 മുതൽ. കണ്ടോ? അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് അറിയാം. നേരത്തെ പറഞ്ഞു അന്ത്യകാലത്ത് എന്ത് ചെയ്യും? ഞാനെന്ന് പറഞ്ഞ അനേര് വരും. യേശുക്രിസ്തു എന്ന് പറയുന്ന അനേര് വരും. നിങ്ങൾ എന്ത് ചെയ്യല്ലേ? വഴിതെറ്റി പോകരുതേ. അനേര് പറയും ഇന്ന പാപം ചെയ്ത കുഴപ്പമില്ല, യേശു സ്നേഹമാണെന്ന് പറയും. നീ അതിനകത്ത് വീണു പോകല്ലേ. ദൈവം പറഞ്ഞ വ്യവസ്ഥ വിട്ട് എന്ത് ചെയ്യല്ലേ? നീ ജീവിക്കരുതേ. ആ പാപത്തിനൊന്നും നിനക്ക് കൂട്ടു നിൽക്കുവാൻ ദൈവം എന്ത് ചെയ്തിട്ടില്ല? നിനക്ക് അധികാരം തന്നിട്ടില്ല. സങ്കീർത്തന പുസ്തകത്തിനകത്ത് പറഞ്ഞു വ്യാജം ചെയ്യുന്നവൻ എന്നിന്നകത്തി നിർത്തും. വ്യാജം എന്നിന്ന് മാറി നിൽക്കും. വ്യാജം ഒരിക്കലും എന്നെ എന്ത് ചെയ്യത്തില്ല? പിടികൂടത്തില്ല. സ്തോത്രം. തീമോഥെയോസിന്റെ പുസ്തകത്തിനകത്ത് വരുമ്പോൾ 2 തീമോഥെയോസിന്റെ 3-ാമത്തെ പറയുന്നു അന്ത്യകാലത്ത് വായിക്കും. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് നീ അറിയുക. അന്ത്യകാലത്ത് പ്രതികൂലം വരും. ദൈവജനത്തിന് പ്രതിസന്ധികൾ വരും, പ്രതികൂലം വരും, കഷ്ടം വരും. കണ്ടോ? മനുഷ്യൻ സ്വയം സ്നേഹിക്കുന്നവരെ അവരെ മാത്രം സ്നേഹിക്കും. അത് ആർക്കിഷ്ടമല്ല? ദൈവത്തിന് ഇഷ്ടമല്ല. ഇന്നത്തെ പല ശുശ്രൂഷകന്മാരും പല സഭകളിലും വിശ്വാസികളെല്ലാം അവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ.
സ്തോത്രം. പണ്ട് പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഐക്യതയായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഐക്യത സ്നേഹമൊന്നുമില്ല. സ്നേഹിക്കുന്ന എന്തിനു വേണ്ടിയാ? നിങ്ങൾ ഇങ്ങ് വാ, ഇവിടെ വാ, അവിടെ എന്തിനാ പോകുന്നത്, ഇവിടെ എന്തിനാ വരുന്നത്? യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു, യേശുക്രിസ്തുവിനെ യഥാർത്ഥമാണ്, എന്നാലും ഇങ്ങ് വിളിച്ചു കേട്ടാണ് നോക്കുന്നത്. സ്തോത്രം. അപ്പൊ ആരോടാ ഈ മത്സരിക്കുന്നത്? ആ സഭയോടാണ് മത്സരിക്കുന്നത്. ആരോടാ മത്സരിക്കുന്നത്? യേശുക്രിസ്തുവിനോടാ മത്സരിക്കുന്നത്. ദൈവവചന പ്രകാരം യഥാർത്ഥ ആത്മീയ രീതിയിൽ നിന്നെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഓക്കെ, നിനക്ക് വിട്ടുപോവാം. ആത്മീയ ഉള്ളിടത്തേക്ക് നിനക്ക് പോവാം, ആത്മീയ കാഴ്ചപ്പാടിലേക്കുള്ള പോവാം. പക്ഷെ നീ കളഞ്ഞതിലും ഇരട്ടി പ്രാപിക്കണം. കളഞ്ഞതിലും വീണ്ടും അതമ്പതിക്ക് താഴോട്ട് പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്, കളഞ്ഞതിലും മേളിലോട്ട് വരാനാണ് ദൈവം നിന്നെ വിളിച്ചത്. അതിനാ നീ ഓക്കെ. അതല്ല എങ്കിൽ നീ രക്ഷപ്പെടുവോ? പോയിട്ട് രക്ഷപ്പെടുവോ? നീ കൽപ്പിച്ചുകൊണ്ട് എവിടെ പോവാ? നീ എവിടം വരെ പോവും? ദൈവം നിന്നെ അനുഗ്രഹിക്കൂ? ഇല്ല. സ്തോത്രം. സ്വയം സ്നേഹികൾ, അവനവനെ സ്നേഹിക്കുന്നവനാ അന്ത്യകാലത്ത് വരുന്ന ദുർഘടമാ പറയുന്നത്. എന്തുവാ? വായിക്കും. കണ്ടോ? ദിവ്യാഗ്രഹികൾ എത്ര കിട്ടിയാലും മതിയാവത്തില്ല. എത്ര കിട്ടിയാലും എന്ത് ചെയ്യത്തില്ല? മതിയാവത്തില്ല. എത്ര നന്മ വന്നാലും മതിയാവത്തില്ല. എത്ര അനുഗ്രഹം വന്നാലും മതിയാവത്തില്ല. ദൈവം അനുഗ്രഹിക്കുന്ന അനുസരിച്ച് പല പല പ്ലാൻ മാറിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊട്ടാരക്കര പട്ടണത്തിനകത്ത് ഒരു നല്ല സഭാഹോളിന് വേണ്ടി കരയുന്ന ഒരു വ്യക്തികളാണ് നമ്മൾ, അല്ലേ? നമുക്ക് അത്യാവശ്യം മതി, നമുക്ക് വലിയ സെറ്റപ്പ് ഒന്നുമല്ല, അത്യാവശ്യം ഒരു സെറ്റപ്പ് ആഗ്രഹിക്കുന്നു. ഇത് കൊട്ടാരക്കര പട്ടണത്തിനകത്ത് അത്രയും വലിയൊരു സെറ്റപ്പ് കിട്ടിയാൽ പോലും വേണ്ട, അതിനപ്പുറത്ത് അത്യാഗ്രഹം. കർത്താവ് ഒരിക്കലും അത്യാഗ്രഹം പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നുണ്ടോ? എത്ര കിട്ടിയാലും മുഴുക്കത്തില്ല, എത്രയെല്ലാം ഫണ്ട് വന്നാലും ഒഴുക്കത്തില്ല. പുതിയ പുതിയ പ്ലാനും പുതിയ പുതിയ ടെക്നോളജിയിലേക്ക് പോവുക, അത് കർത്താവ് ആഗ്രഹിക്കുന്നു. നീ നിൽക്കുന്ന സ്ഥലത്ത് നീ വിശ്വസ്തയോടിരിക്കുവാനാ ആര് പറയുന്നത്? കർത്താവ് പറയുന്നത്. നമ്മളെ ഓരോരുത്തരെയും ദൈവം പഠിപ്പിക്കുന്നതാ. നമ്മൾ നിൽക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോട് നിൽക്കുക. അവരെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. അത്യാഗ്രഹികളെ കർത്താവിന് വേണ്ട. അപ്പൊ അത്യാഗ്രഹം കാണിക്കുന്ന ഒരാളെ നമുക്ക് കൂട്ടാൻ പറ്റുമോ? കൂടെ കൂട്ടാൻ പറ്റുമോ? അത്യാഗ്രഹം കാണിക്കുന്ന ഒരാളെ കൂടെ കൂട്ടാൻ പറ്റുമോ? സ്തോത്രം. ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ആളിനെ നമുക്ക് കൂട്ടാം, വേറെ ഒരുപാട് പ്ലാൻ ഉണ്ട്. ഞാൻ ആ പ്ലാൻ അവിടെ ഇരുന്നു, നിങ്ങളെ പ്ലാൻ ഇപ്പോ എനിക്കത് വേണ്ട. കാര്യം എന്തുവാ? ആ അത്യാഗ്രഹം എനിക്ക് വേണ്ട, ആ നന്മ എനിക്ക് വേണ്ട, എനിക്ക് ദൈവം തരുന്നത് മതി. സ്തോത്രം. അടുത്തത് വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ. കണ്ടോ? അഹങ്കാരികളെ ദൈവത്തിന് ഇഷ്ടമാണോ? ഈ അഹങ്കാരം പറയുന്നവനെ, അതുപോലെ വമ്പ് പറയുന്നവനെ, ചീത്ത വിളിക്കുന്നവനെ, അല്ലെങ്കിൽ ആരെയും അംഗീകരിക്കാത്തവനെ ആർക്ക് വേണ്ട? പൊങ്ങച്ചം പറയുന്നവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. അടുത്തത് സ്തോത്രം. ഞാനത് ഓരോന്നായിട്ട് പറയുന്നില്ല, കാര്യം പറഞ്ഞാൽ തീരത്തില്ല. എന്റെ വിഷയം ഇതല്ല. എന്റെ അനുതാപിക്കുന്ന ഒരു മെസ്സേജിലേക്കാണ് വരേണ്ടത്. അതിന്റെ തുടക്കം ഞാൻ ഇത് പറഞ്ഞു വരുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്തുവാ? നിങ്ങൾ ഓരോരുത്തരും അതിനകത്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഈ പ്രകാരം സ്വഭാവമുള്ളവനെ ഒന്നും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. യഷ്ടി പറയുന്നവനെ ദൈവത്തിന് വേണ്ട. നുണയടിക്കുന്നവനെ ദൈവത്തിന് വേണ്ട. വമ്പ് പറയുന്നവനെ ദൈവത്തിന് വേണ്ട. പൊങ്ങച്ചം പറയുന്നവനെ ദൈവത്തിന് വേണ്ട. കള്ളം പറയുന്നവനെ ദൈവത്തിന് വേണ്ട. വഞ്ചിക്കുന്നവനെ ദൈവത്തിന് വേണ്ട. അഹങ്കാരികളെ ദൈവത്തിന് വേണ്ട. അടുത്തത് സ്തോത്രം. കണ്ടോ? നിഗളികൾ. സ്വയം നിഗളിക്കുന്നവനെ ആർക്ക് വേണ്ട? കർത്താവിന് വേണ്ട. ഇന്ന് ദൈവം എന്തെങ്കിലും എല്ലാം കൊടുത്ത പിന്നെ നിഗളിയ, അവരെ ആർക്ക് വേണ്ട? കർത്താവിന് വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. സമ്പത്ത് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസം ഒരുപാട് അടുക്കും. നമ്മൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണ്. നമുക്കൊരു ലെവലിലേക്ക് സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ച വ്യക്തികളെ സ്നേഹിക്കാൻ നിൽക്കത്തില്ല. നമ്മൾ ഉടനെ ആ സമ്പത്തിനനുസരിച്ചുള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളെ ബന്ധുക്കളിൽ നമ്മൾ കാണും, സ്വന്തക്കാരി കാണും. കാശുള്ളവരുടെ ഒറ്റ ടീമായി ഇല്ലേ? കാശില്ലാത്തവര് അവരെ തള്ളിക്കളയും, അവരെ പല കാര്യത്തിനകത്തും അടുപ്പിക്കുന്നില്ല. കാശുള്ളവർ ഒറ്റ ടീമാണ്. കാര്യം കാശ് കൂടുന്നെങ്കിൽ ഇതിനകത്ത് സമ്പത്തില്ലാത്തവർ സമ്പത്ത് കയറി വന്ന് അവനെ കിട്ടിക്കും, അവനോട് ഭയങ്കര കമ്പനി കൂടും.
നമ്മൾ എന്ത് ചെയ്യും? ആ സ്വഭാവത്തിലേക്ക് പോകും. നമുക്ക് ഒരു സ്വഭാവമേ ആവാം. നമ്മളെ മേൽ ഒരു യജമാനനേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ സ്നേഹിക്കുന്ന ജീവനുള്ള ഒറ്റ ദൈവമേ ഉള്ളത് യേശുക്രിസ്തുവിനെ സേവിക്കുന്നവരാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ സേവിക്കുന്ന സ്വഭാവം എന്ത് ചെയ്യുണ്ടാവും? യേശുപ്പത്തിന് രാജകൊട്ടാരത്തിൽ പോകാനാണോ സമയമില്ലാന്ന്? ഏത് കൊട്ടാരത്തിൽ ഏത് രാജാവ് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുക? യേശു വരുമെന്ന് പറഞ്ഞാൽ ചാടി പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുക. യേശുപ്പൻ പോയോ? യേശുപ്പൻ സുവിശേഷം അറിയിച്ച് താന്നെ കടയിലോട്ട് ഇറങ്ങിയ സുവിശേഷം അറിയിച്ച് കർത്താവ് ശിഷ്യന്മാരായിട്ട് തെരഞ്ഞെടുത്ത് അവരെയാ. കാര്യം എന്തുവാ? കർത്താവിന് ഒരു സ്നേഹം, കർത്താവിനെ അയച്ച കർത്താവിനെ ഏൽപ്പിച്ച കാര്യം കർത്താവ് പൂർണ്ണമായി ചെയ്യാമോ? അത് ഏറ്റെടുത്ത് ചെയ്യുന്നവരെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. അതിനാ ദൈവം നമ്മളെല്ലാം വിളിച്ചത്. നമ്മളെ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ. കർത്താവ് പിതാവ് യേശുവിനെ ഏൽപ്പിച്ചത്, യേശുവിനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ. സ്തോത്രം. അതിനകത്ത് പാപം ചെയ്യുന്നവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ഇന്ന് യേശുവിന്റെ പേര് പറഞ്ഞ അനേകം പേരും നിങ്ങൾ വഴിതെറ്റി പോകരുത്. അടുത്തത് കണ്ടോ? ഒരു മിനിറ്റ്. എന്ത് ധരിക്കും? ഒരു ഭക്തിയുടെ വേഷം ധരിക്കും. അന്ത്യകാലത്ത് വരുന്നതാ. കണ്ടു കഴിഞ്ഞാൽ ഭക്തന്മാരാ, പക്ഷെ അവർക്ക് ഭക്തിയായിട്ട് ഒരു ബന്ധവുമില്ല. പുറമേ ഉള്ള ഭക്തിയേ ഉള്ളൂ, അകത്തൊന്നുമില്ല. ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. കടിച്ചു കാണുന്ന ചെന്നായുടെ സ്വഭാവം. അകത്ത് ആടിന്റെ വേഷമാണ്, പുറത്ത് കണ്ട ആടിന്റെ വേഷമാണ്, പക്ഷെ അകത്തെന്തുവാ? ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. സ്തോത്രം. അതുകൊണ്ടാ വഞ്ചനയ്ക്ക് അവർ കൂട്ടു നിൽക്കുന്നത്, അവർ പാപത്തിന് കൂട്ടു നിൽക്കുന്നത്. ഒരു പാപം ചെയ്ത് വരുന്ന ഒരു വിശ്വാസിയെ പിന്നെ പിന്നെ സ്തോത്രം അവന്റെ വരുമാനം അനുസരിച്ച് അവനെ കൂട്ടുനിന്ന് അവനെ സഹകരിക്കുന്നത്. കാര്യം എന്തുവാ? അവരുടെ മേൽ എന്തില്ല? ദൈവം തേജസ് അവരുടെ ഉള്ളിനകത്തില്ല, പുറമേ ഉള്ളൂ. അവർക്ക് ഇതൊരു വ്യാപാരമോ ബിസിനസ്സാണ്. അടുത്തത് ഒരു മിനിറ്റ്. എപ്പോഴും പഠിച്ചിട്ടും കറക്റ്റ് റൂട്ടിൽ വരത്തില്ല, ഇല്ലയോ? ചിലവർക്ക് അങ്ങോട്ട് വചനമെല്ലാം പറയൂ, വചനമെല്ലാം നമുക്കറിയാവുന്ന കാര്യത്തിന്റെ അപ്പുറത്തെ പറയുന്നത്, പക്ഷെ എന്തുമായിട്ടില്ല, ജീവിതമായിട്ട് ഒരു ബന്ധവുമില്ല. നമുക്ക് കേൾക്കുന്ന വചനം കുറച്ചേ നമ്മൾ പഠിക്കുന്നുള്ളെങ്കിൽ, കുറച്ചേ നമ്മൾ വായിക്കുന്നുള്ളെങ്കിൽ അതിനെ ഗ്രഹിച്ച് നമ്മൾ ആ അനുഭവത്തിലേക്ക് മാറുന്നതാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന്. നമുക്ക് കൂടുതൽ കാര്യമൊന്നും അറിയണ്ട. ഈ ദൈവമക്കളെ ഈ വചനം പഠിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഒന്നേ ഉള്ളൂ, നിത്യത. ഇതിനകത്തപ്പുറത്ത് വേറെ ഒന്നുമില്ല, നിത്യത. യഥാർത്ഥമായ ദൈവവചന പ്രകാരം നീ ജീവിക്കുവാണെങ്കിൽ എവിടെ പോകും? നിത്യതയിൽ പോകും. അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. യേശുവിന്റെ അടുത്ത് നീ പോകും. യേശുവിനോടൊപ്പം ഇരിക്കാൻ നിനക്ക് ഭാഗ്യമില്ലേക്ക്. ഭൂമി നീ യേശുവിനെ കാണുന്നില്ലെങ്കിൽ അന്ന് നീ യേശുവിനെ കണ്ടെന്ന് ആരാധിക്കും. ഭൂമി നീ യേശുവിനെ ഇപ്പോൾ നീ കണ്ടല്ല ആരാധിക്കുന്നത്, ആത്മാവിൽ ആരാധിക്കുന്നെങ്കിൽ അന്ന് നീ കണ്ട് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കും. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. ഇതിനപ്പുറത്ത് വേറെ ഒന്നും കിട്ടത്തില്ല. ഏറ്റവും കിട്ടുന്ന കാര്യം ജീവന്റെ കിരീടമാണ്. ജീവന്റെ കിരീടം. ഇതിനകത്ത് വേറെ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊന്നും അല്ല പഠിക്കേണ്ടത്. ഇത് പഠിച്ചാൽ മതി. എനിക്ക് ദൈവവചന പ്രകാരം ജീവിച്ചേ പറ്റൂ. എനിക്ക് എന്ത് പറ്റണം? എനിക്ക് ദൈവത്തിന്റെ ജീവകിരീടം പ്രാപിക്കണം. സ്തോത്രം. കർത്താവ് പറയുക, ഇങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് മാറി നിന്നു. ഇങ്ങനെ എത്ര പഠിച്ചിട്ടും മാറാത്തവൻ, ആ രീതിയിൽ പോകുന്നവനുമായിട്ട് എന്ത് ചെയ്യണം? മാറി നിന്നു. സ്തോത്രം. ഞാൻ ഓർക്കാറുണ്ട്. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ശാരീരിയെല്ലാം സ്തോത്രം, ശാരീരിയെല്ലാം എത്ര എല്ലാം ചാടിപ്പോയാലും കുറച്ച് 10 ദിവസം പോകാതിരിക്കും, പിന്നെ ഒരിടത്ത് എവിടെയെങ്കിലും പോയിരിക്കും, പിന്നെ സ്തോത്രം കർത്താവിനെ പറ്റിക്കുക. ആരെ പറ്റിക്കുക? സഭ മാറി ദൈവവചനം പഠിക്കാതെ ഇവരെ ആരെ പറ്റിക്കുക? കർത്താവിനെ പറ്റിക്കുക. കർത്താവിനെ പറ്റിച്ച് ജീവിക്കാൻ പറ്റൂ? കർത്താവിനെ പറ്റിച്ച് എന്തെങ്കിലും നന്മ തരുമോ? അതിനനുസരിച്ച് അവരുടെ കുടുംബങ്ങൾ എന്ത് ചെയ്യുക? ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ദേശത്ത് അപമാനപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവവചനം പറയുന്നു, ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? മാറ്റി നിർത്തിക്കൊണ്ട് അവരെ അടുപ്പിക്കൽ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, വിട്ടുപോകുന്ന ഞാൻ പൊക്കോണം. ആ രീതി ഞാൻ പൊക്കോണം, നിങ്ങളെ രീതിയിൽ പൊക്കോണം. പിന്നെ അടുത്ത് കഴിഞ്ഞാൽ അടുക്കുവാണെങ്കിൽ യഥാർത്ഥമായി രൂപാന്തരപ്പെട്ട് വരണം. അല്ലാതെ പിന്നെയും അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല?
ദൈവത്തിന്. അതുകൊണ്ടാണ് വിളിക്കല്ലേ എന്ന് പറയുന്നത്. കാര്യം പിന്നെ പിന്നെ വിളിച്ചിട്ട് എന്തു കാര്യം? എന്തുവാ? മാറത്തില്ലെങ്കിൽ പിന്നെ എന്തു കാര്യം? നമ്മൾ മാറാൻ തയ്യാറായിട്ട് മാറാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ മാറാത്ത വന്നിട്ട് എന്ത് കാര്യം? സ്തോത്രം. അവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ഈ സുവിശേഷം എന്ന് പറയുന്നത് എന്തുവാ? മാറണം. മാറാൻ ആര് വിളിച്ചിരിക്കുന്നത്? കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് മാറാൻ. ഈ വചനം കേൾക്കുന്ന അനുസരിച്ച് നമ്മൾ മാറണം. നമ്മൾ വചനം വായിക്കുന്നതനുസരിച്ച് മാറണം. ദൈവത്തോട് അടുക്കണം. ദൈവത്തോട് അടുക്കുമ്പോഴാ ദൈവസ്ഥാനത്ത് നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിഷേകം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുടുംബത്തിന് തലമുറയ്ക്ക് അത് അനുഗ്രഹമായി തീരുന്നത്. നമ്മളെ കുടുംബത്തിന് അനുഗ്രഹമായി തീരുന്നത്. നമ്മൾ മാറുന്നതനുസരിച്ച്, അവനോൻ മാറുന്നതനുസരിച്ച്, ദൈവത്തോട് അടുക്കുന്നതനുസരിച്ച് കുടുംബത്തിനകത്ത് നമ്മൾ മറ്റുള്ളവരെ ഒന്നും പരാതി പറയണ്ട, കുടുംബത്തിലുള്ളവരെ ഒന്നും കുറ്റം പറയണ്ട, വിധിക്കണ്ട. നമ്മൾ ദൈവത്തോട് അടുത്താൽ മതി. അതിനനുസരിച്ച് നമ്മളെ കുടുംബത്തിലുള്ള വ്യക്തികളും ആരടുപ്പിച്ചോളും? ദൈവം മാറ്റം കൊടുത്തോളും. ഇത് നമ്മളോട്ട് മാറത്തില്ല. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ അങ്ങനെ പോത്തേ ഉള്ളൂ. അങ്ങനെയുള്ളവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. യശ്നി പറയുന്നവനെ ദൈവത്തിന് വേണ്ട. നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? കഴുകുക, ശുദ്ധീകരിക്കുക, ദൈവത്തോട് അടുക്കുക. എങ്കിലേ ദൈവത്തിന്റെ അനുഗ്രഹവും മഹത്വം എന്ത് ചെയ്യത്തില്ല? പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഇന്ന് എടുക്കാതിരുന്ന വചനം അതാ. കഴിഞ്ഞ ആഴ്ച മുതൽ അത് എടുക്കാതിരിക്കുക. അതിന് മുമ്പേ കൊണ്ടുവരും. അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വചനത്തിൽ കയറാവും. എന്തുവാ? ആമേൻ. പശ്ചാത്തപിക്കുന്ന ഹൃദയത്തെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. പശ്ചാത്തപിക്കുന്ന വ്യക്തികളെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. അവരെ കൊണ്ടാണ് ദൈവത്തിന് ഉദ്ദേശമുള്ളത്. അവരെയാണ് ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അവരെയാണ് ബലപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ എന്നും നമ്മുടെ ദിവസം നമ്മളെ തന്നെ ശോധന ചെയ്യുന്നുവെങ്കിൽ ദൈവത്തോട് നമുക്ക് കൂടുതൽ അടുക്കുവാൻ കഴിയും. പ്രാർത്ഥിച്ച് ദൈവത്തിന് ചിലതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കാൻ കഴിയും. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മൾ നിത്യതയിലേക്ക് പോകാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. നിത്യത അവകാശമാക്കിയാണ് വിളിച്ചിരിക്കുന്നത്. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം, പറ്റിയിട്ട് പ്രാർത്ഥിക്കാം. എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ദുഷ്ട മനുഷ്യരും മായാവികളും വഞ്ചിച്ചു ബന്ധിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചെന്ന് ഓർക്കുകയും. സ്തോത്രം. ഒരു മിനിറ്റ് ദൈവമക്കളെ ഓർത്തോണം. ദൈവവചനപ്രകാരം യഥാർത്ഥമായി ജീവിക്കുമ്പോൾ നിനക്ക് പ്രയാസവും സങ്കടങ്ങളും കഷ്ടങ്ങളെല്ലാം വരും. അതിൽ നീ തകർന്നു പോവല്ല. ദൈവം അവിടുന്നെല്ലാം നിന്നെ മാനിക്കും. അപ്പൊ കഷ്ടവും പ്രയാസവും നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. ക്രിസ്തീയ ജീവിതത്തിനകത്തുണ്ട്. പ്രതികൂലങ്ങളുണ്ട്. തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞു കൊടുക്കുക, നീ കണ്ടു ഞാൻ ക്രിസ്തുവിനെ തെരഞ്ഞെടുത്ത് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഉള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളെല്ലാം ഞാൻ അനുഭവിക്കുന്നത് നീ കണ്ടവനാ, കേട്ടവനാ. നീ അത് വിട്ട് നിൽക്കല്ലേ. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിനകത്ത് കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ ആരും വിടത്തില്ല, കർത്താവ് വിടത്തില്ല. 120-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്നു, കഷ്ടകാലത്ത് നീ ആരോട് നിലവിളിക്കും. അപ്പൊ ദൈവമക്കൾക്ക് എന്തുണ്ട്? കഷ്ടകാലമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ അവിടെ നിലവിളി ആര് കേൾക്കും? ദൈവം കേൾക്കും. അവരെ എന്ത് ചെയ്യും? ദൈവം വിടുവിക്കും, അനുഗ്രഹിക്കും. ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? അനുഗ്രഹിക്കാതിരിക്കത്തില്ല. ദൈവം വിടുവിക്കാതിരിക്കത്തില്ല. നമ്മളെ കഷ്ടം ദൈവം കേൾക്കും. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മളെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അപ്പൊ പിതാവേ നമ്മൾ ദൈവസ്ഥനെ ഏൽപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും ആര് കേൾക്കും? ദൈവം കേൾക്കും. നമ്മൾ ആരോട് അടുത്താൽ മതി? ദൈവത്തോട് അങ്ങ് അടുത്താൽ മതി. ദൈവത്തോട് അടുത്താൽ മതി. ആ പ്രാർത്ഥന എല്ലാം ആര് കേട്ടോളും? കർത്താവ് കേട്ട് ആർക്ക് മറുപടി തരും? നമുക്ക് മറുപടി തരും. സ്തോത്രം. എല്ലാവർക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എഴുന്നേക്കാം. എല്ലാവർക്കും എഴുന്നേക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പരിപൂർണമായി എന്ന് പദം ഏൽപ്പിച്ചു കൊടുക്കാം. ആ ദൈവ സാന്നിധ്യം ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ടെ. ആ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാട്ടെ. കർത്താവ് ഞങ്ങൾ ഇറങ്ങിയത് കർത്താവിനെ കണ്ട ഞങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനമായി തീരുവാനാ. ദൈവം ഇന്ന് പകല്, ദൈവമേ അതിന്റെ തടസ്സങ്ങളെല്ലാം മാറട്ടെ. ആ പ്രതികൂലങ്ങളെല്ലാം ഇന്ന് പകല് മാറട്ടെ. എല്ലാ വെല്ലുവിളികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉടനെ മാറട്ടെ. ഓരോ കുടുംബത്തെ കർത്താവ് തൊടട്ടെ. തലമുറ മേൽ കിടക്കുന്ന ദൂതുകൾ, ഓരോ കുടുംബത്തിനകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ ആലോചനകൾ, ദൂതുകൾ, വാഗ്ദത്തങ്ങൾ ഇന്ന് പ്രാപിക്കട്ടെ. കഷ്ടവും പ്രതികൂലങ്ങളെല്ലാം ഇന്ന് പകല്
മാറട്ടെ. എല്ലാ പ്രതിസന്ധികളും ഇന്ന് പകൽ മാറട്ടെ. ദൈവാത്മാവിന്റെ ശക്തിമേറിയ കരം ഇന്ന് തൊടട്ടെ. ഓരോ കുടുംബത്തോടും വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. രോഗസൗഖ്യങ്ങൾ കൈമാറട്ടെ, പ്രവചനങ്ങൾ കൈമാറട്ടെ, വചനങ്ങൾ കൈമാറട്ടെ. എല്ലാ പൈശാചിക മണ്ഡലങ്ങളും അഴിയട്ടെ. കുടുംബത്തിനകത്ത് വാക്തത്വം പ്രാപിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ പാപ സ്വഭാവങ്ങളും മാറട്ടെ. പാപത്തിന്റെ വെല്ലുവിളികൾ മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്ന് വെളിപ്പെടട്ടെ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം ഇന്ന് പല സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. വലിയ അനുഗ്രഹത്തോട് ദൈവജനം പുറത്തു വരട്ടെ. ഓരോ കുടുംബത്തെ ഇന്ന് കർത്താവ് തൊടട്ടെ. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടട്ടെ. സഭയ്ക്കകത്ത് കൈമാറട്ടെ. ദൈവത്തിന്റെ അഭിഷേകങ്ങൾ കൈമാറട്ടെ. ദൈവത്തിന്റെ ദൂതുകൾ കൈമാറട്ടെ. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനപ്രകാരം ഏതെല്ലാം പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും ഞാൻ മാറത്തില്ല. അപ്പ ഈ അന്ത്യകാലത്ത് അപ്പ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ വരും. ഞാൻ വഴിതെറ്റി പോത്തില്ല. ദൈവത്തിന്റെ വചനത്തെ മുറുകി പിടിച്ച് എന്റെ യേശുവിനെ അനുഭവിച്ച് ഞാൻ യേശുവിന്റെ സാക്ഷിയായി നിൽക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്കകത്ത് അപ്പ അവരെ സാക്ഷിയായി നിൽക്കും. ഇന്ന് പകൽ ദൈവ